അഞ്ജന എസ്, റിൻസി മാനു, നൌഷാദ് കെ, ഇർഷാദ് പുൽവട്ട, മണികണ്ഠൻ, ലെനീഷ് ബാബു, ദക്ഷ, ദീപ്തി, ഗ്രേസി സെബാസ്, സുനിൽ ബോസ്, സബീഷ്, അഷ്റഫ്, റിയ അജാസ് അടക്കം ലില്ലി ചോളിയും ആശാ ബെന്നിയും ലെവിൻ പോളും ആര്യാഞ്ജലിയും കുഞ്ഞു മുഹമ്മദ്, കീർത്തി, മധുക്കുട്ടൻ, പ്രവീൺ ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ പറയുകയാണ്. നമ്മൾ നേരെ ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. നേരത്തെ കണ്ണൂരിൽ ഇക്കുറി മത്സരിക്കാനില്ല എന്നൊരു വൈമനസ്യം കെ സുധാകരൻ വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ ആ വൈമനസ്യം വേണ്ട, മത്സരരംഗത്ത് ഇറങ്ങണം എന്ന് പറയുകയാണ് ഹൈക്കമാൻഡ്. മിക്കവാറും സുധാകരൻ അംഗീകരിക്കുന്ന മട്ടാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യം സുധാകരനോട് ആവശ്യപ്പെട്ടു. വയനാട്ടിലെ സിറ്റിംഗ് MP കൂടിയായ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കണമെന്നാണ് താൽപര്യം എന്ന് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചു. കേരളത്തിൽ പരമാവധി നേട്ടം. സംഘടനാ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അതിന് സാധിക്കില്ല. പരിഹാരമെന്ത്? കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീളുകയാണ്. കെ സുധാകരൻ ലോക്സഭയിലേക്ക് കണ്ണൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ തയ്യാറെടുക്കാൻ സുധാകരനോട് ദേശീയ നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടു. താൽപര്യമില്ലെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് വഴങ്ങാമെന്നാണ് സുധാകരൻ നൽകിയിരിക്കുന്ന സൂചന. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പക്ഷേ സുധാകരൻ ഇപ്പോൾ തയ്യാറല്ല. എനിക്ക് നിർദ്ദേശം കിട്ടിയില്ല. കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നതിന് സമാനമായി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരത്തിനിറങ്ങും. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിൽ രണ്ടു പക്ഷമാണുള്ളത്. അതേസമയം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ തന്നെ ഇത്തവണ മത്സരിക്കണമെന്ന് അഭിപ്രായമറിയിച്ച് സമാജ്വാദി പാർട്ടി രംഗത്തെത്തി. അമേഠിയിൽ താൽപര്യമില്ലെങ്കിൽ റായ്ബറേലിയിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകട്ടെ എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ താൽപര്യം. ഇക്കാര്യത്തിലെ നിലപാട് ഉടൻ അറിയിക്കാമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം SP-ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഓസ്റ്റിൻ കെന്നഡി പറയുകയാണ് കേട്ടോ, പാർലമെന്റിൽ ചെന്ന് വാ തുറന്ന് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് വിടാൻ നോക്കണേ എന്ന് പറയുകയാണ്. ശരിയാണ്, രാഷ്ട്രീയാതീതമായി അങ്ങനെ ഒരു നിലപാട് ഓസ്റ്റിൻ കെന്നഡി പറയുന്നു. ശരിയുമാണ്. ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, അനിയ ഹാഷ്മി ഊണ് കഴിച്ചു? ഇല്ല ചേട്ടാ, കഴിക്കണം. ചേട്ടൻ കഴിച്ചോ? സമരാഗ്നി വിവാദം ഒഴിയാതെ കോൺഗ്രസ്. മുൻകൂട്ടി തീരുമാനിച്ച സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. വിവാദം സംബന്ധിച്ച ചോദ്യങ്ങളോട് കെ സുധാകരൻ പ്രതികരിക്കാതിരുന്നപ്പോൾ രോഷാകുലനാകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതേസമയം കെ സുധാകരന്റെ വാർത്താ സമ്മേളനത്തിലെ അസഭ്യ പരാമർശത്തെ പരിഹസിച്ച് കെ മുരളീധരൻ MPയും രംഗത്ത് വന്നു. സമരാഗ്നി ജാഥയുടെ ഭാഗമായി KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തും എന്നായിരുന്നു പത്തനംതിട്ട DCCയുടെ അറിയിപ്പ്. ഇതിനായി പ്രത്യേക വേദിയും സജ്ജീകരിച്ചു. രാവിലെയാണ് വാർത്താ സമ്മേളനം ഉണ്ടാകില്ലെന്ന അറിയിപ്പ് വന്നത്. അനാരോഗ്യം മൂലം എത്താൻ കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് വിശദീകരിച്ചത്. എന്നാൽ അത്തരമൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഞായറാഴ്ച ദിവസമല്ല അവിടുത്തെ ആളുകളുമായിട്ട് കാണും. അതിനുശേഷം തിങ്കളാഴ്ച ആയതുകൊണ്ട് രാവിലെ അവിടെ നിന്നാണ് വരുന്നത്. അല്ല, ഒരുമിച്ച് പുള്ളിക്ക് പറ്റുമോ? പുള്ളി ജനപ്രതിനിധിയല്ലേ. ഒരു അനാരോഗ്യം അറിയിച്ചിട്ടില്ല. അദ്ദേഹം എറണാകുളത്ത് ആലുവയിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷം അദ്ദേഹം ആയിട്ട് ആലോചിച്ചതിന് ശേഷമാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വിവാദങ്ങളിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് KPCC പ്രസിഡന്റ് ഒന്നും മിണ്ടിയില്ല. എന്നാൽ രോഷാകുലനായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യം? ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ അറിയിക്കുമല്ലോ. സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയില്ലെങ്കിലും ഇരുവരും ഒന്നിച്ചു തന്നെയാണ് ജനകീയ ചർച്ചാ സദസ്സിന്റെ വേദിയിലെത്തിയത്. അതേസമയം അസഭ്യ വിവാദത്തിൽ പരിഹാസരൂപേണയായിരുന്നു കെ മുരളീധരൻ MPയുടെ പ്രതികരണം. അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. ഫുൾ സെൻറ്റൻസാണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്. 24 പത്തനംതിട്ട. അപ്പോൾ എന്തായാലും ഐഡിയർ ആരോപണം അങ്ങനെ തുടരുകയാണ്. പരിഹാസങ്ങളൊക്കെയായി അതിങ്ങനെ ഫ്ലെക്സുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒഴിവാക്കേണ്ടതായിരുന്നു തർക്കമില്ല. പിന്നെ അത് മൈക്കിൽ പറഞ്ഞതാണ്, അതൊരു സ്വകാര്യ സംഭാഷണമാണെന്നൊക്കെ ഒരു വാദമുണ്ടെങ്കിലും അത് KPCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം ഇരിക്കുന്ന പദവി, ഇരിക്കുന്ന സന്ദർഭം, സാഹചര്യമൊക്കെ മനസ്സിൽ വെച്ച് വേണം ഓരോ വാക്കും പറയാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മറന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ശരി. മാസപ്പടി വിവാദത്തിൽ പുതിയ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ MLA. ഭൂപരിഷ്കരണ നിയമത്തിൽ ലാൻഡ് ബോർഡ് തള്ളിയ അപേക്ഷയിൽ CMRന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. 100 കോടിയിലധികം രൂപ മുഖ്യമന്ത്രി കമ്പനി നൽകി. മകളെ കേരളം വേട്ടയാടുമ്പോൾ മുഖ്യമന്ത്രി കയ്യും കെട്ടി നോക്കി നിൽക്കരുതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയുന്നില്ലെന്നും മാത്യു പറയുന്നു. ഭൂപരിഷ്കരണ നിയമഭേദഗതിക്കായി
മുഖ്യമന്ത്രി യോഗം വിളിച്ചതിന്റെ മിനിറ്റ്സ് രേഖകൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. അപേക്ഷ പുനഃപരിശോധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ കമ്പനി സമർപ്പിച്ച അപേക്ഷയും ആയതിന്മേൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സും, അതായത് ഞാനിവിടെ എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വകുപ്പും മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്നതല്ല. ദിസ് ഹാസ് ടു ബി ഡെൽറ്റ് ബൈ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ആരെങ്കിലും ഭൂപരിഷ്കരണ അല്ലെങ്കിൽ നിയമപ്രകാരം എക്സംഷൻ അപേക്ഷിച്ചാൽ അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ അത് പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള അവകാശം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ കാണിക്കുന്ന ഫയൽ നോട്ടിങ്സ് ആണ്. മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അതേ മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട KSIDCക്ക് രൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. CMRL ഷെയർ ഹോൾഡറായിരിക്കെ ഇടപാടിനെപ്പറ്റി അറിയില്ലെന്ന KSIDC ന്യായം കോടതി തള്ളി. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ KSIDC എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. സലീം മാലിക്കാണ് മാത്യു കുഴൽനാടൻ്റെ വിവരങ്ങളുമായി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കോടതി നടപടികളുമായി. ആദ്യം ഞാൻ സലീമിലേക്ക് പോകുന്നു. സലീം, പി രാജീവിനെയും മന്ത്രി MP രാജേഷിനെയും അടക്കം ഒരു പൊതു ചർച്ചയ്ക്ക് ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ. മിനിറ്റ്സ് അടക്കം രേഖകൾ പുറത്തുവിടുന്നുണ്ട്. ആധികാരികമായൊരു വാർത്താ സമ്മേളനം എന്ന് പറയാൻ കഴിയുമോ മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം? സലീം. ഹാഷ്മി, ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം അത് മാസപ്പടി വിവാദത്തിൻ്റെ 3ാം ഘട്ടം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ഈ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകളെയും കുറിച്ചായിരുന്നു മാത്യുവിൻ്റെ പരാമർശം. അതിൽ പ്രധാനമായും CMRLൻ്റെ കമ്പനിയായ KREMLന് വേണ്ടി അവർക്ക് അനുവദനീയമായതിലും കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടു എന്ന് തെളിയിക്കുന്ന നിലയിലുള്ള ചില യോഗത്തിൻ്റെ മിനിറ്റ്സുകളാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ഭൂപതിവ് ചട്ടത്തിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്താൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. 2 തവണ ജില്ലാ സമിതി തള്ളിയ നിർദ്ദേശം, അതിനുശേഷം 2 തവണ കൂടി വീണ്ടും പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയും തള്ളിയ അതേ അപേക്ഷയിൽ മേൽ മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നു. ഇടപെട്ടതിന് ശേഷം ഒരു യോഗം വിളിക്കുന്നു. അത് റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള മേഖലയായിരുന്നിട്ട് പോലും മുഖ്യമന്ത്രിയുടെ പരിധിയിൽ വരാത്തൊരു വിഷയത്തിൽ നേരിട്ടിടപെട്ടു. നേരിട്ട് യോഗം വിളിച്ചു. ആ യോഗത്തിന് ശേഷം ഈ ഭൂപതിവ് ചട്ടത്തിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ജില്ലാ സമിതി ആദ്യമെടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് മാത്യു ഇന്ന് ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് 2004 ഈ CMRLന് ലഭിച്ചിരുന്ന ലീസ് അന്നത്തെ സർക്കാർ അവസാനിപ്പിച്ചതാണ്. അതിനുശേഷം പിന്നീട് വന്ന VS അച്യുതാനന്ദൻ സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും ഒക്കെ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോയപ്പോൾ ആ ലീസിന് പുനർജീവൻ നൽകാനായി പിണറായി സർക്കാർ വന്ന ആ ദിവസം മുതൽ പരിശ്രമിക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അത് എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ചോദിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഈ KREMLൻ്റെ കൈവശമുണ്ടായിരുന്ന 60 ഏക്കർ ഭൂമി, ആ 60 ഏക്കർ ഭൂമിക്ക് ചട്ടത്തിൽ ഇളവ് നൽകാനുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് ജില്ലാ സമിതിയുടെ ശുപാർശ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 4/5/2021 അത് നിരസിച്ചതാണ്. പിന്നീട് പുനഃപരിശോധനയ്ക്കായി 2 തവണ ഈ അപേക്ഷ നൽകി, അതും നിരസിച്ചതാണ്. ആ അപേക്ഷയിന്മേൽ പിന്നീട് 11/1/2022 മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു യോഗം വിളിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നത് എന്നുള്ളത് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം വ്യവസായത്തിന് അനുയോജ്യമാണെന്നും ഈ ഭൂമി കൈവശം വയ്ക്കാൻ അനുവദിക്കണമെന്നുമുള്ളൊരു ഉത്തരവ്, 60 ഏക്കർ കൈവശം വയ്ക്കാനുള്ള അനുമതിക്കും ജില്ലാ സമിതി ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് അവർക്ക് അനുകൂലമായി കഴിഞ്ഞ 4 തവണയും പ്രതികൂലമായി വിധിച്ച അതേ ജില്ലാ സമിതി അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് ശേഷമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാത്യുവിൻ്റെ ആരോപണം. അതിൽ തന്നെ 15/6/2022 ഭൂപരിധി ചട്ടത്തിൽ ഇളവിന് വേണ്ടി ജില്ലാ സമിതി ശുപാർശ ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മൂലമാണ് എന്നുള്ളതാണ് മാത്യുവിൻ്റെ ചൂണ്ടിക്കാട്ടൽ. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഇതിൽ നടന്നിരിക്കുന്ന അഴിമതി 1.72 കോടിയുടെ മാസപ്പടി അഴിമതിയല്ല, അതിനപ്പുറത്തേക്ക് 135 കോടി രൂപ ഈ KMRL പല കമ്പനികൾക്കായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ സിംഹഭാഗവും, അതായത് 100 കോടിയിലധികം രൂപയും ലഭിച്ചത് പിണറായി വിജയനാണ് എന്നൊരു വലിയ ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല, ഇതിലെ ഈ കേസിലെ മാസപ്പടി വാദത്തിലെ യഥാർത്ഥ പ്രതി അത് വീണ വിജയനല്ല, അത് മുഖ്യമന്ത്രി തന്നെയാണ്. വീണ വിജയൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരള സമൂഹം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങനെ സംശയനിഴലിൽ നിർത്തുമ്പോൾ മകളോട് സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ പിണറായി വിജയൻ ഇടപെടണം, യഥാർത്ഥ പ്രതി വീണ വിജയനല്ല പിണറായി വിജയനാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് മാത്യു കുഴൽനാടൻ. അത് മാത്രമല്ല, മന്ത്രിമാരെ സംവാദത്തിന് കൂടി ക്ഷണിച്ചുകൊണ്ടാണ് മാത്യു
മാത്യു ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതായത് ഈ വിഷയത്തിൽ ന്യായീകരണത്തിനെത്തിയത് MP രാജേഷും P രാജീവുമാണ്, 2 മന്ത്രിമാരാണ്. പക്ഷേ അവർ മാത്യു കുഴൽനാടൻ ഹിറ്റ് ആൻഡ് റൺ എന്ന ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു MP രാജേഷിൻ്റെ ഒരു ആരോപണം. ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തത് മന്ത്രിമാരാണ്. താൻ ഹിറ്റ് ആൻഡ് റൺ എന്ന നിലയിലല്ല കാര്യങ്ങൾ കാണുന്നത്. താൻ ഇവിടെ തന്നെയുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെയും ഈ വിഷയം സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. അതിനുശേഷം പിന്നീട് പല ഘട്ടത്തിലും താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പാർട്ടിയോ വകുപ്പോ മുഖ്യമന്ത്രിയോ മറുപടി പറയാത്ത സാഹചര്യമുണ്ട്. താൻ അപ്പോൾ മന്ത്രി MP രാജേഷിനെയും P രാജീവിനെയും ഒരു സംവാദത്തിന് മന്ത്രി P രാജീവിനെയും ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ? പരസ്യംവാദത്തിന് തയ്യാറുണ്ടെന്ന് വെല്ലുവിളി കൂടിയാണ് മാത്യു കുഴൽനാടൻ. അപ്പോൾ അതിൽ രണ്ടുപേരുടെയും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൂടി ചെയ്തു. വിഷ്ണു, കോടതി ചോദിക്കുകയാണ്, CMRL നടത്തുന്ന ഒരു സാമ്പത്തിക ഇടപാടും KSIDCക്ക് അറിവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് KSIDCയുടെ മറുപടി എന്താണ്? എങ്ങനെയാണ് വാദം ഇന്ന് പൂർത്തിയായത് വിഷ്ണു? ഹാഷ്മി, അതിരൂക്ഷ വിമർശനമാണ് KSIDCക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. SFIO അന്വേഷണം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് KSIDC ഹർജി സമർപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി അക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു സ്റ്റേ അനുവദിക്കാനാവില്ല എന്ന്. ഇന്നതിന്റെ തുടർവാദം കേട്ടു. ആ ഘട്ടത്തിലാണ് കോടതി ചില സുപ്രധാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KSIDC. ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ അത് സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. കാരണം സത്യം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. CMRLന്റെ ഓഹരി പങ്കാളികളാണ് KSIDC. അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക നിലപാടുകൾ അറിയില്ല എന്ന് പറയാൻ സാധിക്കുന്നത്? അങ്ങനെ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അക്കാര്യം വ്യക്തമാക്കേണ്ടത് CMRL ആണ്. CMRL നേരിട്ടെത്തിയ അക്കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കട്ടെ എന്നായിരുന്നു കോടതി സ്വീകരിച്ച നിലപാട്. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അന്വേഷണം തുടരും എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കോടതി ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ അത് അന്തിമ വാദത്തിലേക്ക് പോയിട്ടില്ല. KSIDC ആകട്ടെ 49ഓളം സ്ഥാപനങ്ങളിൽ തങ്ങൾക്ക് നിക്ഷേപമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മാർച്ച് 12-ാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. മനസ്സിലാക്കുന്നതനുസരിച്ച് സ്റ്റേ, അതാണ് KSIDCയുടെ ആവശ്യം. അതിന് കോടതി ഒരു അനുകൂല നിലപാട് ഈ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഹാഷ്മി. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. KSIDCക്ക് ഇന്നുകൂടി രൂക്ഷ വിമർശനം ഏൽക്കുകയായിരുന്നു. അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് KSIDC ഏറ്റവും കൂടുതൽ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. വൈൻ മീഡിയ എന്ന പ്രേക്ഷകൻ പറയുകയാണ്, അണ്ണ കിളിമാനൂരിൽ ഭയങ്കര ചൂട്, ഇടയ്ക്കിടയ്ക്ക് അണ്ണ വെള്ളം കുടിക്കണം. അണ്ണ കിളിമാനൂർ മാത്രമല്ല, കേരളം മൊത്തം കൊടുംചൂടാണ്. എല്ലാവരും അണ്ണന്മാർ മാത്രമല്ല, എല്ലാവരും ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, സൂക്ഷിക്കുക, ഭയങ്കര ചൂടാണ്. ആശ അജോ പറയണം, ആഷ്മി പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് കടുത്ത ചൂട് കാരണം അവധി കൊടുക്കേണ്ടതല്ലേ? ഇതൊന്ന് പറയണേ. അവധി കൊടുക്കൽ പ്രാക്ടിക്കലാണോ എന്നറിയില്ല, പക്ഷേ ആ പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഊട്ടിയിൽ ഒരു പർവ്വത ട്രെയിൻ പാളം തെറ്റിയിട്ടുണ്ട്. യാത്രക്കാർ സുരക്ഷിതരാണ്, ഭാഗ്യം. 220 യാത്രക്കാരുമായി മേട്ടുപ്പാളത്ത് നിന്ന് ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു. ബേൺഹിൽ പ്രദേശത്ത് അപകടമുണ്ടായ കാരണം എന്താ അറിയോ? ഒരു പോത്തെടുത്ത് കുറുകെ ചാടി. ലീഗിൻ്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ ഇടപെടാതെ ഹൈക്കമാൻഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയാണ്. പാണക്കാട് ചേരുന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം ഉണ്ടാവുക. അതേസമയം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകി. 3ാം സീറ്റ് എന്ന ആവശ്യം മുൻനിർത്തി ലീഗ് നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസിനെ മാത്രമല്ല UDFനെ മുൾമുനയിൽ നിർത്തിയതാണ്. ഇതിനെല്ലാം അവസാനമാവുകയാണ് നാളത്തെ ലീഗ് നേതൃയോഗം. 3ാം സീറ്റ് നൽകില്ലെന്നും രാജ്യസഭാ സീറ്റ് നൽകാമെന്നും കോൺഗ്രസ് അറിയിച്ചതോടെ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ലീഗ് നിലപാട്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇന്ന് വിദേശത്ത് നിന്നെത്തിയ ശേഷം നേതൃത്വം ആശയവിനിമയം നടത്തും. നിലവിലെ സിറ്റിംഗ് MPമാർ മണ്ഡലങ്ങൾ വെച്ചുമാറുന്ന കാര്യത്തിലും പുതിയ ആൾ വരുന്ന കാര്യത്തിലും നാളത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. നാളത്തെ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് ലീഗിൽ നടക്കുന്നത്. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനം കേരളത്തിൽ തന്നെ എടുക്കണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. UDFലെ സീറ്റ് വിഭജന ചർച്ചകളിൽ ഇടപെടില്ലെന്നും തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കേരള നേതൃത്വത്തിന് തന്നെയാണെന്നുമാണ് ഹൈക്കമാൻഡ് നിലപാട്. ലീഗിൽ കോൺഗ്രസ് സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറെന്ന് കെ മുരളീധരൻ MP പറഞ്ഞു. 53 വർഷങ്ങൾക്ക് മുമ്പ് ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് എൻ്റെ പിതാവാണ്. അന്ന് ഒരുപാട് അദ്ദേഹത്തിന് കല്ലേറും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. രാജ്യസഭാ സീറ്റിലേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിലും ലീഗിൽ ഇപ്പോൾ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. 24 മലപ്പുറം. ബാബു മംഗൾ ജോർജ് പറയുകയാണ്, ആനയ്ക്ക് സ്വന്തം വലിപ്പം മനസ്സിലാക്കാൻ പറ്റില്ല, അതുപോലെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുകയാണ്. നേരത്തെ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു, എത്രയാണ് 3 സീറ്റല്ല 4 സീറ്റിന് അർഹതയുണ്ടെന്ന് പറയുകയാണ്. 6 സീറ്റ് വരെ ഉണ്ടെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്, പക്ഷെ കൊടുക്കില്ല, അത്രേ ഉള്ളൂ.
ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് അവധി നൽകണം. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, കുഞ്ഞുങ്ങൾ റൂഫിംഗ് ഷീറ്റ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നും പറയുകയാണ് കേട്ടോ. നമ്മുടെ ആശാജാവ് തന്നെ വീണ്ടും പറയുകയാണ്. ശബരി പറയുന്നു, RC ബുക്ക് വിഷയത്തിൽ തീരുമാനമായിട്ടില്ല, യൂസ്ഡ് ബൈക്ക് ഡീലർമാർ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറയുന്നു. അത്ര ഗുരുതര പ്രശ്നം അതല്ലേ? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിനും സംസ്ഥാന കൗൺസിലിനും ശേഷം CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും ഏറെക്കുറെ ഉറപ്പാണ്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയും മാവേലിക്കരയിൽ CA അരുൺകുമാറിനെയും പരിഗണിക്കുന്നുണ്ട്. CPIM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. ഷഫീദ് റാവുത്ത് ചെയ്യുന്നു. ഷഫീദ്, അപ്പോൾ ഇന്നും നാളെയോടും കൂടി LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർണ്ണമായി വ്യക്തമാകുന്നു. ഈ മാവേലിക്കരയിലെ അരുൺകുമാറിന്റെ കാര്യത്തിൽ എന്തോ ഒരു ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ ഉണ്ടോ ഷഫീദ്? കാശ്മീർ CPI മത്സരിക്കുന്നത് 4 സീറ്റുകളിലാണ്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട്. ഇതിൽ 4 സീറ്റുകൾ നേരത്തെ സംസ്ഥാന നേതൃത്വം ഒരു പേര് ചർച്ച ചെയ്തിരുന്നു. ഓരോ പേരുകൾ വെച്ച് ചർച്ച ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കരയിൽ AIF നേതാവ് CA അരുൺകുമാർ, തൃശ്ശൂരിൽ VS സുനിൽകുമാർ, വയനാട് ആനി രാജ എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറെക്കുറെ അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ സംഭവിക്കും. പക്ഷേ മാവേലിക്കരയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളും അതേപോലെ തന്നെ ടെസ്റ്റുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കൗൺസിലുകളോട് ഒരു 3 അംഗ പട്ടിക, അതായത് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച പേരിനൊപ്പം മറ്റ് 2 പേരുകളുടെ ഇതാക്കാൻ പറഞ്ഞിരുന്നു, ഇത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് പോയത് പന്ന്യൻ രവീന്ദ്രൻ, K പ്രകാശ് ബാബു, സത്യൻ മൊകേരി എന്നീ പേരുകളാണ്. അവിടെയും പന്ന്യൻ രവീന്ദ്രനിലേക്ക് തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം മാവേലിക്കര മണ്ഡലം സ്വാഭാവികമായും 3 ജില്ലാ കൗൺസിലുകളുടെ അഭിപ്രായം പ്രധാനമാണ്. അതിൽ കൊല്ലം അതേപോലെ തന്നെ കോട്ടയം ജില്ലാ കൗൺസിലുകൾ അരുൺകുമാറിനെ അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. പകരം മറ്റു ചില പേരുകൾ വരികയും ചെയ്തു. ഏറ്റവും പ്രധാനം ചിറ്റയം ഗോപകുമാറിന്റെ പേര് വളരെ ചർച്ചയായി. മാത്രമല്ല മുൻ MLA K അജിത് കുമാർ, മുൻ MP ചെങ്ങറ സുരേന്ദ്രന്റെ പേരുകളും അവിടെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ മാവേലിക്കര ഒരു പക്ഷേ ഒരു ലാസ്റ്റ് മിനിറ്റ് ക്ലൈമാക്സ് ഉണ്ടോ എന്നുള്ളതാണ് ആകാംക്ഷ. തൃശ്ശൂരിൽ VS സുനിൽകുമാറിന്റെ പേരിനൊപ്പം KP രാജേന്ദ്രന്റെ പേരുണ്ടെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ജനകീയ മുഖം, അവിടെ സ്വാധീനമുള്ള VS സുനിൽകുമാർ തന്നെ സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ ആനി രാജ ഉണ്ടാകില്ല. അതല്ലെങ്കിൽ ആനി രാജ അതൊരു ദേശീയ മുഖം, അതേപോലെ തന്നെ വനിതാ പ്രാതിനിധ്യം, ഇതടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ ആനി രാജ എന്ന പേരിലേക്ക് CPI നേതൃത്വം എത്തും എന്നുള്ളതാണ്. ഏതായാലും വൈകിട്ട് 5 മണിക്ക് ഔദ്യോഗികമായി CPI സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. ഹഷ്മി, അപ്പോൾ ഇന്ന് CPIയും നാളെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ അതിൻ്റെ LDFന്റെ കാര്യത്തിൽ ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുന്നു. പിന്നെ UDF ആണ്, അത് നാളെ ലീഗിൻ്റെ തീരുമാനം വരാൻ പോകുന്നു. 3ാം സീറ്റുണ്ടോ, രാജ്യസഭാ സീറ്റാണോ, ബാക്കിയുള്ള തീരുമാനത്തിൽ അത് ഉടനെ എന്തായാലും 100% ലോക്സഭാ ഇലക്ഷൻ വൈബിലേക്ക് കടക്കുകയാണ്. BJPയുടെയും സ്ഥാനാർത്ഥി പട്ടിക ഉടൻ ഉണ്ടാകുമെന്ന് അറിയാനും കഴിയും. എന്താ ഷിൽമ പറയുകയാണ് കേട്ടോ, ഹാഷ്മി പാർലമെന്റിലേക്ക് ഒരു നോക്കിയോ, സംസാരിക്കാൻ ബെസ്റ്റാണ്. പൊന്നു ഷിൽമ, ജീവിച്ചു പോക്കോട്ടെ. TP വധക്കേസിൽ ഹൈക്കോടതിയിൽ വാദം തുടരും. ഇന്ന് നല്ല വാദങ്ങൾ തുടരുകയായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം നാളെയും തുടരും. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രതി ജ്യോതി ബാബുവിനെ ഓൺലൈനായി ഹാജരാക്കി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് ജ്യോതി ബാബു വാദിച്ചു. ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് മറ്റു പ്രതികളും വാദിച്ചു. മാനസിക ആരോഗ്യനില പരിശോധിച്ച റിപ്പോർട്ട് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നൽകാൻ കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി വിനിത വിജി. വിനിത, നാളെ ഇവരുടെ ഈ ശിക്ഷ കൂട്ടുന്നത് അതൊരു നിർണായക വിധി പ്രഖ്യാപനമാകും. ശിക്ഷ കൂട്ടുന്നതിൽ ഒരു വിധി പ്രഖ്യാപനം നാളെ ഉണ്ടാവും, അതോ നാളെയും വാദം തുടരുന്നു എന്നേ ഉള്ളോ വിനീത? ഹാഷ്മി, നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഈ ഹർജിയിന്മേലൊരു അന്തിമവാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമ വിധിയിലേക്ക് കോടതി എത്തിച്ചേരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഇന്നും ഈ അപ്പീലുകൾ കോടതി വളരെ വിശദമായി തന്നെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വാദം തുടർന്നിട്ടുണ്ടായിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നുള്ളതാണ് സർക്കാരും അതോടൊപ്പം തന്നെ KK രമയും നൽകിയിരിക്കുന്ന അപ്പീലുകൾ. ഈ അപ്പീലുകളാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. അതിന്മേലുള്ള വാദങ്ങളാണ് ഉണ്ടായിരുന്നത്. തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഭാഗത്തിന്റെ ഈ ആവശ്യം നാളെ കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ കേസിലെ 12 പ്രതികളും, അതായത് ജ്യോതിബാബു ഒഴികെ, ജ്യോതിബാബു ഓൺലൈനിലൂടെയാണ് ഹാജരായത്. ഈ മറ്റ് 12 പ്രതികൾ, ജ്യോതിബാബു ഉൾപ്പെടെയുള്ള 12 പ്രതികളും കോടതിയിൽ ഹാജരായി. 11 പ്രതികൾ നേരിട്ടും ജ്യോതിബാബു ഓൺലൈൻ വഴിയുമാണ് ഹാജരായത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഈ 3 മണിക്ക് ഡയാലിസിസ് ഉള്ളതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കഴിയില്ല എന്നും ജയിൽ സൂപ്രണ്ട് അക്കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികളെല്ലാം തന്നെ ശിക്ഷ ഇളവ് വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇന്ന് കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതിൽ അവർ കാര്യമായി പറഞ്ഞത് കുടുംബ പശ്ചാത്തലം, നിലവിലെ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ പുറത്തിറങ്ങിയാൽ മറ്റ് പൊതുപ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളും ആവശ്യപ്പെടുന്നത്
കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ്. കടുത്ത ശിക്ഷയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കുടുംബത്തിൽ ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതികൾ മുന്നോട്ട് വെച്ചത്. ഈ കാര്യങ്ങളിൽ ഓരോ പ്രതികളും അവരുടേതായിട്ടുള്ള ഭാഗം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ഇക്കാര്യത്തിലൊരു അന്തിമ വിധിയിലേക്കടക്കം കോടതി എത്താനുള്ളൊരു സാഹചര്യവും നമുക്ക് നിലവിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തിനായാലും നാളെ ഈ 2 അപ്പീലുകളും കോടതി വീണ്ടും പരിഗണിക്കും. വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാവരും കുടുംബ പ്രശ്നമൊക്കെ പറയുകയാണ്, നോക്കാൻ കുടുംബമുണ്ട് എന്നൊക്കെ പറയുകയാണ്, പിന്നെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ടെന്നൊക്കെ പറയുകയാണ്. ടി പി ചന്ദ്രശേഖരൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. ടി പി ചന്ദ്രശേഖരൻ ഒരു അമ്മയുണ്ടായിരുന്നു, ടി പി ചന്ദ്രശേഖരന് ഭാര്യയുണ്ട്, മക്കളുണ്ടായിരുന്നു, ഒരു മോൻ അടക്കം ഉണ്ടായിരുന്നു. കുടുംബമൊക്കെ ടി പിക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അന്ന് ആ രാത്രി പടുവാതകത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓർത്തില്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ വാദിക്കൽ ഏത് പ്രതികളുടെയും അവകാശമാണ്, അവർ വാദിക്കട്ടെ. ബഷീർ കെ ചോദിക്കുകയാണ്, പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതായി വാട്സാപ്പിൽ കണ്ടു, ശരിയാണോ? ശരിയല്ല, വാട്സാപ്പ് നമ്പാതെ. പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന കൂട്ടപരാതിയുമായി വിദ്യാർത്ഥികൾ. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനമാണ് തട്ടിപ്പ് നടത്തിയത്. അംഗീകരിക്കാത്ത സ്ഥാപനം പാരാമെഡിക്കൽ കോഴ്സ് നടത്തുകയായിരുന്നു. പരാതി നൽകിയ വിദ്യാർത്ഥികൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ച് പ്രതിഷേധിച്ചു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഇത് കോഴ്സും സ്ഥാപനവും ഒക്കെ തട്ടിപ്പാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഹാഷ്മി, ഈ വലിയ വലിയ പരസ്യങ്ങളൊക്കെ കണ്ട്, പക്ഷേ ഈ പരസ്യത്തിന് പിന്നിലെ എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാതെ ഈ കോഴ്സിന് ചേരുന്ന കുട്ടികളുടെ ഒരു യഥാർത്ഥ കഥ, അതായത് തട്ടിപ്പിന് ഇരയാകുന്നവരുടെ ദുരിത കഥയാണ് ഇവിടെ പറയാനുള്ളത്. അങ്ങനെയാണ് ഈ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ഒരു മിനർവ സ്ഥാപനം. അത് ഏറെ കാലങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവർ അതിന് അംഗീകാരമുണ്ടോ എന്നൊന്നും അറിയാതെ കുറേ അധികം വിദ്യാർത്ഥികൾ ഈ കോഴ്സിന് ചേരുകയാണ്. ഈ കോഴ്സിന് ചേർന്ന് പഠിച്ച് പുറത്തിറങ്ങുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റുമായി വിവിധ മെഡിക്കൽ സ്ഥാപനങ്ങളിൽ ചെന്നാൽ ജോലി കിട്ടാത്ത അവസ്ഥ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇതേ തുടർന്നാണ് ഈ സ്ഥാപനത്തിന് അംഗീകാരമുണ്ടോ എന്നത് സംബന്ധിച്ച് ഈ വിദ്യാർത്ഥികൾ പരിശോധിക്കുന്നത്. ആ സമയത്താണ് ഈ സ്ഥാപനത്തിന് അംഗീകാരമില്ല എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നേരത്തെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെല്ലാം ഈ സർട്ടിഫിക്കറ്റുമായി പോലീസിനെ അടക്കം സമീപിച്ചുകൊണ്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. തൊട്ട് പിന്നാലെ ഇത്തവണ പഠിച്ചിറങ്ങിയ ഈ അക്കാഡമിക് ഇയറിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ ഈ സ്ഥാപനം തടഞ്ഞു വെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ യൂണിഫോം ഒക്കെ ധരിച്ചെത്തിയിരിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് ഈ സ്ഥാപനം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കോഴിക്കോടും തൃശ്ശൂരുമാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയതോടുകൂടി കോഴിക്കോട്ടെ സ്ഥാപനം അടച്ചു. പിന്നീട് തൃശ്ശൂരിൽ മാത്രമാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ സർട്ടിഫിക്കറ്റ് പോലും കിട്ടാതെ ഈ 2 വർഷം വഴിയാധാരമാകേണ്ടി വന്നു എന്നതോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ കൂട്ടത്തോടു കൂടി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഈ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ ഇത്തരത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് എന്തായാലും വഞ്ചിക്കപ്പെട്ട ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവരോട് പറയുന്നത് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ട ഒരു നടപടിയിലേക്ക് പോകാം എന്നുള്ളതാണ്. എന്തായാലും വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്ത് പറഞ്ഞ ഇവര് ഈ കോഴ്സിന് ചേർത്തിരുന്ന നിങ്ങൾ? ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചിറങ്ങിയ ഉടനെ ഞങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് NTDC സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഞങ്ങളെ ഞങ്ങൾ ഓരോ പിള്ളേരും ഇതിനെ ചേർത്തിയത്. ചേരുമ്പോൾ ഒരു കുറെ വാഗ്ദാനം നൽകിയിരുന്നു. നമുക്ക് ജോലി, ട്രെയിനിങ്, 6 മാസം ട്രെയിനിങ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ലീനിങ് ചേച്ചിമാർ വരെ കളിയാക്കിച്ചിരിക്കാം. മിനർവയിലാണോ എന്ന് പറയുമ്പോൾ അവിടുത്തെ പറയുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല, നിങ്ങൾ എന്തിനത് ചെയ്യണം? എത്ര പേര് ചീത്ത കെട്ടില്ല ഞങ്ങൾ നിൽക്കണം. സ്വന്തം വീട്ടുകാർ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ട് പണിക്ക് പോയിട്ടാക്കണം പൈസയാണ്. ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം ഞങ്ങൾക്ക്. അല്ലെങ്കിൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് അടച്ച പൈസ, ഞങ്ങൾ ട്രെയിനിന് പോകുമ്പോൾ ഞങ്ങളുടെ ബസ് കാശ് എല്ലാത്തിൻ്റെയും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വേണം. ആരും ഞങ്ങൾ ഇവിടെ നടങ്ങില്ല. ഞങ്ങൾക്ക് കൃത്യമായ ആൻസറും എല്ലാം ഇവർ തന്നാലേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. എത്ര രൂപയായിരുന്നു ഈ കോഴ്സിനായിട്ട് വാങ്ങി? 54. ഞങ്ങൾ റേഡിയോളജി ആയതുകൊണ്ട് 2 കൂടെ 54,000 ആയിട്ടുണ്ട്. എത്ര കുട്ടികളുണ്ടായിരുന്നു നിങ്ങൾ? ഞങ്ങൾ ക്ലാസ്സിൽ കുറെ പിള്ളേരുണ്ടായിരുന്നു. ആയിരുന്നു പഠിക്കണ്ടായിരുന്നു. 2 മണിക്കൂർ ക്ലാസ്സിൽ 1.5 മണിക്കൂർ ട്രെയിനിങ്. ഇവര് വെറുതെ കിടന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കില്ല. നമുക്ക് ക്ലാസ് എടുക്കും മര്യാദയ്ക്കൊന്നും പറഞ്ഞില്ലേ. ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് പറയാൻ കിട്ടണ്ടേ? പറയാൻ കിട്ടാത്തതിന് കാരണം എന്താ? ഇവർ നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല. പറഞ്ഞു തരാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അശ്വിനി, ഇത്തരത്തിൽ തന്നെയാണ് എന്തായാലും ഇവർ പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റിനൊന്നും ഈ വാല്യൂ ഇല്ലാതായതോടെ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. 2 വർഷം ഈ കോഴ്സിന് വേണ്ടി സമയം കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്, അതായത് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്നൊരു ആവശ്യവുമായാണ് എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. പോലീസ് ഇടപെട്ട ഇവരെ അനുനയിപ്പിക്കുന്ന കാര്യങ്ങൾ പറയണം. ആ കുട്ടി നന്നായി സംസാരിച്ചു. എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ പറഞ്ഞു. ആ വിഷയത്തിൽ ഒരു അമ്മയുടെ പ്രതികരണം കൂടിയുണ്ട്. അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. ഇവർക്ക് അവിടെ ഇപ്പൊ പാസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്താണു അവര്. അതില് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് പാസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്താണത്. പാസ് ഔട്ടായിട്ട് എന്താ ചെയ്യണ്ടേ ഞങ്ങള്? ഈ പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ കൊടുത്താണത്. അപ്പൊ നോക്കിപ്പോ കുട്ടി പറയാ, ഞാൻ ജയിച്ചിട്ടില്ല, ഞാനിവിടെ പഠിച്ചോണ്ടിരിക്കാന്ന്. എന്താ ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ദയവ് ചെയ്ത് അടച്ചുപൂട്ടാൻ നിങ്ങളൊരു ഉത്തരവിട്.
അപ്പോൾ ഇല്ലാത്ത പൈസ ഒക്കെ തടുത്തു കൂട്ടി കൊണ്ട് കൊടുത്താണ് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അത്രത്തോളം ജോലിക്ക് ആവശ്യമുള്ള നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അവരെ പറ്റിച്ച അതിനുള്ള പരിഹാരം അവർ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ശിക്ഷാ നടപടി നേരിടണം എന്ന് പറയുകയാണ് കുട്ടികളും രക്ഷിതാക്കളും. ഇന്നും നാളെയും എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 26-27 കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് ഉയരാൻ സാധ്യതയുണ്ട്. കൊടുഞ്ചൂടാണ്. മാത്രമല്ല കേട്ടോ, കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 5 മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ കരയിലും രക്ഷയില്ല, കടലിലും രക്ഷയില്ല. മാർക്കറ്റ് വ്യൂ ആണ് സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നഷ്ടത്തിൽ വ്യാപാരം തുടർന്ന ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സും നിഫ്റ്റിയും ഒരു ദിവസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. IT, മെറ്റൽ, ബാങ്ക് ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം. സ്മോൾ ക്യാപ് സൂചികയിൽ നേരിയ നേട്ടം. റെയിൽവേ മേഖലയ്ക്ക് ഉത്തേജന പദ്ധതികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 41,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചു. നടപ്പിലാക്കുന്നത് 2,000 റെയിൽവേ ഇൻഫ്രാ പദ്ധതികൾ. യൂബറുമായി കരാറിൽ ഏർപ്പെടാനൊരുങ്ങി അദാനി ഗ്രൂപ്പ്. ഗൗതം അദാനിയും യൂബർ CEO ദാരോ ഖോസ്രോ ഷാഹിയും കൂടിക്കാഴ്ച നടത്തി. അദാനി ഗ്രൂപ്പിന്റെ ഇലക്ട്രിക് പാസഞ്ചർ കാറുകൾ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിൽ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെന്ന് സൂചന. ഇന്ത്യയിലെ ദാരിദ്ര്യനിരക്ക് ഗണ്യമായി കുറഞ്ഞെന്ന് റിപ്പോർട്ടുകൾ. ദാരിദ്ര്യനിരക്ക് 5% കുറഞ്ഞെന്ന് നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജന സംരംഭങ്ങളുടെ വിജയമെന്ന് പരാമർശം. ആഗോള ടെക്സ്റ്റൈൽ ഇവന്റ് ഭാരത് ടെക്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ 50-ലധികം പ്രഖ്യാപനങ്ങളും ധാരണാപത്രങ്ങളും ഒപ്പുവെക്കുമെന്ന സൂചന. പരിപാടി സംഘടിപ്പിക്കുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലെ നിക്ഷേപത്തിനും വ്യാപാരത്തിനും കൂടുതൽ ഉത്തേജനം നൽകുന്നതിന്റെ ഭാഗമായി. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. IT ഓഹരികളുടെയൊക്കെ ഒരു വിൽപ്പന സമ്മർദ്ദം കാരണം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നഷ്ടത്തോടെയാണ് നിലവിൽ വ്യാപാരം തുടങ്ങുന്നത്. നിഫ്റ്റി 22,100-അടുത്തേക്ക് എത്തി. സെൻസെക്സ് ആണെങ്കിൽ 380 പോയിന്റ് താഴ്ന്നു. IT, ലോഹം എന്നീ മേഖലകൾ ഏകദേശം 1% നഷ്ടത്തിലായപ്പോൾ മീഡിയ ഓഹരികളിൽ ഒരു നേരിയ നേട്ടം നേടിയെന്ന് തന്നെ പറയാം. ഏഷ്യൻ പെയിന്റ്സ്, എയർടെൽ ഓഹരികളിൽ വൻ നഷ്ടമാണ് ഉണ്ടായത്. ഏകദേശം 4% നഷ്ടമാണ് ഏഷ്യൻ പെയിന്റ്സിൽ മാത്രം ഉണ്ടായത്. അതുപോലെ തന്നെ ഹിൻഡാൽകോയിലും വളരെയധികം വലിയൊരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. ഇനി ഏഷ്യൻ പെയിന്റ്സും ഹിൻഡാൽകോയാണ് ഓഹരി വിപണിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു നഷ്ടത്തിലേക്ക് പോയ ഓഹരികളൊക്കെ തന്നെ. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50-ൽ 66 പോയിന്റ് താഴ്ന്ന് 22,146-ലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും താഴ്ന്ന നിരക്കായി 22,075 പോയിരുന്നു. ഒരു മൊമെന്റം നെഗറ്റീവിലേക്കൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നിഫ്റ്റി ബാങ്കിലും വലിയൊരു വിൽപ്പന സമ്മർദ്ദം പ്രകടമാണ്. 80 പോയിന്റ് താഴ്ന്ന് 46,731 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് അല്പം ആശ്വാസമുണ്ട്. 5 പോയിന്റ് ഉണർവിൽ 20,682 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സൂചികകളിലും ഏകദേശം ഒരു പോസിറ്റീവ് ഉണർവുണ്ട്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും അവിടെയും വലിയ രീതിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ഇന്ന് പ്രകടമാണ്. 280 പോയിന്റ് താഴ്ന്ന് 72,862 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായി ചേരുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു നഷ്ടത്തിലാണ് നിലവിലിപ്പോൾ വ്യാപാരം നടക്കുന്നത്. രാവിലെ ഉണ്ടായിരുന്ന നഷ്ടം നിലവിലും തുടരുകയെന്ന് തന്നെ പറയാം. മാർക്കറ്റ് ഒരു നെഗറ്റീവ് മൊമെന്റത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. മാർക്കറ്റ് നമ്മൾ ഇന്ന് കാലത്ത് തന്നെ പറഞ്ഞിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 22,050 ലെവലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. മാർക്കറ്റ് താഴ്ന്ന് 22,075 വരെ വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചു കയറുന്നതായിട്ടാണ് കാണുന്നത്. ലോയിൽ നിന്നും ഏകദേശം 75 പോയിന്റോളം തിരിച്ചു കയറി.
മാർക്കറ്റ് ഞാൻ കാലത്ത് പറഞ്ഞ മാതിരി ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നമ്മൾ നേരത്തെ 22,300 ലെവല് കഴിഞ്ഞ വെള്ളിയാഴ്ച 297 ലെവൽ വന്നിരുന്നു. അതാണ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ആയിട്ട് നിൽക്കുന്നത്. എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് പോകാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് കടക്കുന്നു എന്ന് മാത്രം. ഇതൊരു വലിയൊരു നെഗറ്റീവായിട്ടൊന്നും എടുക്കാനില്ല. ഓക്കെ, നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തിയത്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മേഖലയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണ് ഈ നഷ്ടമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏതായാലും കൂടുതൽ വിപണി വാർത്തകളുമായി വൈകുന്നേരം കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 41 സെക്കൻഡാണ്. ഇപ്പോൾ വരുന്ന വാർത്ത കായംകുളത്ത് മകൻ അമ്മയെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ്. പുതുപ്പള്ളി സ്വദേശി ശാന്തമ്മ, 72 വയസ്സാണ് പ്രായം, ആണ് കൊല്ലപ്പെട്ടത്. മകൻ വെട്ടിക്കൊല്ലായിരുന്നു. എന്തായാലും എന്തൊരു കഷ്ടമല്ല. മാത്രമല്ല ഇളയ മകൻ ബ്രഹ്മദേവൻ, 43 വയസ്സ്, ബ്രഹ്മദേവൻ എന്നൊക്കെയാണ് പേര്, 43 വയസ്സ് കായംകുളം പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. കായംകുളം പുതുപ്പള്ളി മഹിളമുക്ക് പണിക്കശ്ശേരി ശാന്തമ്മയാണ് കൊല്ലപ്പെട്ടത്. 71 വയസ്സാണ് പ്രായം. നേരത്തെയൊക്കെ വാർത്തകൾ നമുക്കുള്ളിൽ ഒരു ആധിയും ഒരു ആളലും പേടിയും ഒക്കെ തോന്നുമായിരുന്നു. ഇപ്പോൾ ഒരു നോർമൽ വാർത്ത ആവുന്നുണ്ട്. ഇത്തരത്തിലുള്ള മകൻ അമ്മയെ വെട്ടിക്കൊല്ലലും ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ ക്രൂരമായ കൊലപാതകങ്ങളുടെ വാർത്തകൾ കഷ്ടമാണ്. മാവേലിക്കരയിൽ CA അരുൺകുമാർ തന്നെ CPI സ്ഥാനാർത്ഥിയാകും. തൃശ്ശൂരിൽ VS സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, VS സുനിൽകുമാർ, ആനിരാജ ഉള്ളവരുടെ കാര്യത്തിലൊക്കെ പ്രശ്നമില്ലാത്ത തീരുമാനമുണ്ടായെങ്കിലും അരുൺകുമാറിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നു കുറച്ച് തർക്കത്തിന് ശേഷം ഒരു പരിഹാരം ഒക്കെ ആയതിനു ശേഷമാണെന്ന് തോന്നുന്നു, അല്ലേ ഷഫീദ്? ഹഷ്മി, വലിയ തർക്കത്തിനൊടുവിലാണ് മാവേലിക്കരയിൽ CA അരുൺകുമാർ എന്ന പേരിലേക്ക് ഇപ്പോൾ CPI എത്തിച്ചേർന്നത്. നമ്മൾ നേരത്തെ തന്നെ പലതവണ പറഞ്ഞൊരു കാര്യമാണ്. അതായത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ സ്വാഭാവികമായും 3 ജില്ലാ കൗൺസിലുകളുടെ അഭിപ്രായം അറിയണമായിരുന്നു. അതിൽ കൊല്ലം ജില്ലാ കൗൺസിൽ നൽകിയ പേരിൽ അത് പ്രീജ ശക്തന്റെ പേരായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടക്കമുള്ള ആളുകളുടെ പേരുകളും ഉയർന്നു വന്നു ജില്ലാ കൗൺസിലിന്റെ അഭിപ്രായമായി. പക്ഷേ അപ്പോഴും ആലപ്പുഴ ജില്ലാ കൗൺസിൽ മാത്രമാണ് CA അരുൺകുമാർ എന്ന പേരിൽ ഉറച്ചു നിന്നത്. എക്സിക്യൂട്ടീവിലടക്കം അതുമായി ബന്ധപ്പെട്ട ചില വാദപ്രതിവാദങ്ങളും തർക്കവിതർക്കങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഒടുവിൽ CA അരുൺകുമാർ എന്ന പേരിലേക്ക് എത്തിയത്. കായംകുളം സ്വദേശിയാണ് CA അരുൺകുമാർ, AYFന്റെ നേതാവാണ്. മാത്രമല്ല ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ തർക്കം ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിയടക്കം ബാധിക്കുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞതുപോലെ മറ്റു ചില പേരുകൾ ജില്ലാ കൗൺസിൽ നൽകിയെങ്കിലും പന്ന്യൻ രവീന്ദ്രൻ എന്ന തന്നെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. പന്ന്യൻ രവീന്ദ്രൻ വരുമ്പോൾ സ്വാഭാവികമായും ഒരു ത്രികോണ മത്സരവും ഒരു സ്റ്റാർ മണ്ഡലം എന്ന നിലയിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പന്ന്യന്റെ ജനകീയത മാത്രവുമല്ല ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം അടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ഗുണകരമാകും. അങ്ങനെ തിരുവനന്തപുരം മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നുള്ളതായിരുന്നു CPIയുടെ മനസ്സിൽ ആലോചിച്ച കാര്യം. അങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രനിലേക്ക് എത്തിയത്. തൃശ്ശൂരിൽ ഒറ്റ പേരിലേക്കായിരുന്നു ആദ്യം മുതൽ തന്നെ സംസ്ഥാന നേതൃത്വം ഉണ്ടായിരുന്നത്. VS സുനിൽകുമാർ ആയിരുന്നു. ശക്തമായ ത്രികോണ മത്സരം, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം, കരുത്തരായ മറ്റു 2 പോരാളികൾ. സ്വാഭാവികമായും അവിടെ അത്രയും ജനകീയ സ്വഭാവത്തിലുള്ള മണ്ഡലത്തിന്റെ സ്വഭാവം, മണ്ഡലത്തിലെ ആളുകളെ കൂടുതൽ അറിയാവുന്ന വേരോട്ടമുള്ള ഒരാളെ വേണം എന്നുള്ളതായിരുന്നു. അങ്ങനെ മുഖം പരീക്ഷിക്കണം എന്നുള്ളതായിരുന്നു CPIയുടെ തീരുമാനം. അങ്ങനെ ആ പേര് VS സുനിൽകുമാറിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ളതായിരുന്നു CPIയുടെ ആലോചന. പക്ഷേ അതിനുമപ്പുറത്തേക്ക് വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആനിരാജ എന്ന പേരിലേക്ക് ഇപ്പോൾ CPI ഉറപ്പിച്ചിരിക്കുന്നു. 3 മണിക്ക് സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ട്. അതിനുശേഷം 5 മണിയോടുകൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഏതായാലും ആ 4 മണ്ഡലങ്ങളിലും CPIക്ക് ആളായിട്ടുണ്ട്. നാളെ CPM സ്ഥാനാർത്ഥി പട്ടികയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നേരത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടിന്റെ പേര് അവർ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ LDFന്റെ സ്ഥാനാർത്ഥി നിർണയം അത് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. അപ്പോഴും UDF ഒരുപടി പിന്നിലാണ് എന്നുള്ളതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായി മാറും. ഹഷ്മി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ CPM ഇപ്പോൾ അരുൺകുമാറിൻ്റെ പേരിൽ തർക്കം ഉണ്ടായിരുന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിൽ പരിഹാരം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇന്ന് CPI, നാളെ CPM ഒക്കെ ആയിട്ട് LDF സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാവുകയാണ്. KK രമ പറയുന്നു പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടണം, കേസ് നാളെ പരിഗണിക്കും. പ്രതികൾ പലരും പറഞ്ഞത് കുടുംബമുണ്ടെന്നാണ്. TP ചന്ദ്രശേഖരനും അമ്മയും ഭാര്യയും മകനും ഉണ്ടായിരുന്നു എന്ന് KK രമ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ പറയുകയാണ്. ശരിയാവണ്ണം പറയുകയാണ് കേട്ടോ. അത് ഇന്ദുലേഖ ശിജേഷ് ചോദിക്കുന്നു, ആന വാർത്തകളൊന്നുമില്ലേ ബ്രോ? എൻ്റെ പൊന്നു പെങ്ങളൊന്നും ഉണ്ടാതിരിക്കുമോ? ആനകളെ തട്ടി നടക്കാൻ വയ്യ. അത് മാത്രമല്ല ഇല്ലെന്നല്ല, ഉണ്ട്. പടയപ്പ ഒരു സിമൻറ്റ് വണ്ടി തടഞ്ഞ വാർത്തയൊക്കെ ഉണ്ട്, വരും. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരും. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്തിയേക്കും. 2 മുതൽ 3 വരെയാണ് താപനില ഉയരുക. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, നമ്മുടെ സുലൈമാൻ അബ്ദുൽ ഖാദർ ആണെന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു, പാലക്കാട്
കമൻറ്റ് കാണുന്നില്ല. അതെന്ന് പറഞ്ഞാൽ പാലക്കാട് പൈപ്പ് തുറക്കുമ്പോഴേക്കും ചൂടുവെള്ളമാണ് വരുന്നത്. ഇവിടെ ഹീറ്ററിൻ്റെ കാര്യമൊന്നുമില്ല, കൊടുംചൂടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊടുംചൂട് പാലക്കാട് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കണം അല്ലേ അലക്സ്? ഹാഷ്മി, നിസ്സംശയം പറയാം, ഈ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ യഥാർത്ഥ ചൂട് അതുക്കും മേലെയാണ് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്നും നാളെയും പല ജില്ലകളിൽ 9 ജില്ലകളിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്നും നാളെ ഉയരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിലാകട്ടെ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാധാരണ ആ ജില്ലകളിൽ ഉണ്ടാകുന്ന ചൂടിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട് എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പുറത്തിറങ്ങുമ്പോൾ അടക്കമുള്ള നിർജ്ജലീകരണം തടയാൻ അടക്കമുള്ള സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാതിരിക്കാനുള്ള, അതുപോലെ തന്നെ ഈ തീപിടുത്തം അടക്കം തടയാനുള്ള അതിനുള്ള അടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് കൃത്യമായി തന്നെ പാലിക്കണം. നേരത്തെ നമ്മുടെ പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ അത് പാലക്കാട് മാത്രമല്ല പലയിടങ്ങളിലും ഈ സമയത്ത് പൈപ്പ് തുറക്കുമ്പോൾ ചൂടുവെള്ളം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ചുട്ടുപൊള്ളി കിടക്കുകയാണ് വെള്ളമടക്കം എന്നുള്ളതാണ്. അതങ്ങനെ ആ ചൂട് തുടരും അടുത്ത ദിവസങ്ങളിൽ വന്നവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വരുന്നത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കേരള തീരത്ത് 0.5 മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ഇവർ അറിയിക്കുന്നുണ്ട്. സമാനമായി തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടി വന്നാൽ അത് ചെയ്യണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. മത്സ്യബന്ധന യാനങ്ങൾ അവരുടെ ഉപകരണങ്ങളൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഒപ്പം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഹാഷ്മി, അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൊടുംചൂടിലേക്ക് ഉയരുകയാണ് കാര്യങ്ങൾ. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ചെറിയ ചൂടല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ പുറത്ത് ജോലി ചെയ്യാൻ നിർബന്ധിതരായ കുറേ ആൾക്കാർ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 12 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത്, വെയിലുള്ളവരെന്നൊക്കെ പറഞ്ഞാലും ഇറങ്ങാൻ നിർബന്ധിതരായ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ലിജിൻ കുമാർ പറയുകയാണ്, ഹായ് ആഷ്മി, ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സാണ്. സ്റ്റാൻഡിൽ നിന്നും 24 ന്യൂസ് കാണുന്നുണ്ട്. ലിജിൻ കായക്കുടി പറയുകയാണ്. അപ്പോൾ ആ സ്റ്റാൻഡിലെ എല്ലാ ഓട്ടോ ചേട്ടന്മാർക്കും ഹായ്, ചൂടാണ്, സൂക്ഷിച്ച വണ്ടി ഓടിക്കുക. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 35 സെക്കൻഡാണ്. അതാ ഒരു പ്രേക്ഷകൻ എദൂസ് പറയുകയാണ്, തെരഞ്ഞെടുപ്പ് ചൂട് ഞങ്ങൾക്കില്ല, ആകെയുള്ള ചൂട് സൂര്യൻ്റെ മാത്രം, ആര് ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല എന്ന് പറയുന്നത്. അങ്ങനെയും വിചാരിക്കുന്ന പ്രേക്ഷകരുണ്ട്, അങ്ങനെയും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ജനാധിപത്യത്തിൽ അങ്ങനെ വിചാരിക്കാൻ അവകാശം ആൾക്കാർക്കുണ്ട് തന്നെ കേട്ടോ. പക്ഷേ വോട്ട് ചെയ്യണം. മുള്ളൻകൊല്ലിയെ വിറപ്പിച്ച കടുവക്കൂട്ടിലായി. വയനാട് മുള്ളൻകൊല്ലിയിൽ നാടിനെ വിറപ്പിച്ച കടുവ പിടി. വാടാനക്കവല വനമൂലികയ്ക്ക് അടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. പ്രാഥമിക പരിശോധനയ്ക്കായി കടുവയെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. രാവിലെ 10 മണിയോടെയാണ് കടുവ കൂട്ടിലായത്. മുള്ളൻകൊല്ലി ടൗണിൽ ഇന്നലെ രാവിലെ ഭീതി വിതച്ച കടുവയാണിത്. കഴിഞ്ഞ ദിവസം കാക്കനാട്ട് തോമസിന്റെ 2 വയസ്സ് പ്രായമുള്ള കാളക്കുട്ടിയെയും കടുവ കൊന്നിരുന്നു. വനമൂലിക എന്ന് പറയുന്ന സ്ഥലത്ത് വാടാനക്കവല ഭാഗത്ത് വെച്ചിരിക്കുന്ന കേജിൽ കടുവ കുടുങ്ങിയതായിട്ട് മനസ്സിലായത്. ഏകദേശം 10 മണിയോടുകൂടിയാണ് കടുവ കുടുങ്ങിയത് സ്ഥിരീകരിച്ചത്. ആ കടുവ മുള്ളൻകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കടുവയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. കടുവയെ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. ആനിമൽ സെറ്റിൽ ആവണം. സെറ്റിൽ ആകാനായിട്ടുള്ള ഒരു അവസരം കൊടുത്ത ശേഷം ഫർദർ എക്സാമിനേഷന് ശേഷം മാത്രമേ സെക്സ് ആൻഡ് ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതേസമയം വന്യജീവി ശല്യം രൂക്ഷമാവുന്നെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും പ്രതിഷേധം കനക്കുകയാണ്. നടവയൽ നെയ്ക്കുപ്പയിൽ ഫോറസ്റ്റ് ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു. കോഴിക്കോട് കോടഞ്ചേരി പതങ്കയത്ത് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് DFOയെ പ്രതിഷേധക്കാർ തടഞ്ഞു. 24 വയനാട്. ആന വാർത്തകളൊന്നുമില്ലെന്ന് ചോദിച്ചു ഇന്ദുലകാശി ശേഷി. ഇവിടെ കമോൺ. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. നയമക്കാട് എസ്റ്റേറ്റ് വഴിയിലൂടെ എത്തിയ ലോറി കാട്ടാന തടഞ്ഞു. പടയപ്പ ഇപ്പോഴും എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ തുടരുകയുമാണ്. രാവിലെ 8:30യോടെയാണ് പടയപ്പ നയമക്കാട് എസ്റ്റേറ്റ് റോഡിൽ ഇറങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്ന് സിമന്റുമായി വന്ന ലോറി കാട്ടാന തടഞ്ഞു. 1 മണിക്കൂർ ഗതാഗത തടസ്സമുണ്ടാക്കി.
ലോറിക്ക് കേടുപാട് വരുത്തുകയോ ഡ്രൈവറെ ഉപദ്രവിക്കുകയോ ചെയ്തില്ല. എന്നാൽ ഇടയ്ക്ക് ലോറി കടത്തിക്കൊണ്ടുപോകാനുള്ള ഡ്രൈവറുടെ ശ്രമം ആന തടഞ്ഞു. ജീപ്പിലെത്തിയ തൊഴിലാളികളാണ് ആനയെ ബഹളം വെച്ച് തുരത്തിയത്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. 24 ഇടുക്കി. അയ്യപ്പ എന്ന് വിളിച്ച് എന്തായാലും പടയപ്പയെ എല്ലാവരോടും ചേർന്ന് അവരുടെ സ്നേഹശാസ്ത്രങ്ങൾക്ക് വഴങ്ങി കാട്ടിലേക്ക് കയറി. പക്ഷെ അപ്പോഴും ആശങ്ക ഒഴിയുന്ന കാര്യം പടയപ്പ പഴയ പോലെ ഇപ്പോൾ അത്ര മര്യാദക്കാരനല്ല. ഇടയ്ക്കിടയ്ക്ക് ചില കുറുമ്പ് കാണിക്കുന്നുണ്ട്. കുറുമ്പം നമുക്കിവിടുന്ന് പറയാം, ഇച്ചിരി അക്രമമൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നാട്ടുകാർക്ക് പ്രശ്നമുണ്ട് കേട്ടോ. ഒരു പ്രശ്നം പറയുകയാണ് അരുൺ ബാബു. ഹാഷ്മി പുറത്തിറങ്ങാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുട്ടികളെ പോറ്റണ്ടേ, ഒടുക്കത്തെ വെയിലാണ്, രക്ഷയില്ല ഹാഷ്മി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഞങ്ങളുടെ മനുഷ്യരെ കൂടി നമ്മൾ കണക്കാക്കണം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:57:40 അതാ ഒരു പ്രശ്നം ഇർഷാദ് പുല്ലോട്ട പറയുകയാണ്, ഇംഗ്ലണ്ടിനെ റാഞ്ചി ഇന്ത്യ എന്ന് പറയുകയാണ്. അപ്പോൾ റാഞ്ചിയിൽ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുകയായിരുന്നു. അങ്ങോട്ടൊക്കെ ടെസ്റ്റ് മാറി മറിഞ്ഞായിരുന്നു. എന്തായാലും 5 വിക്കറ്റ് ഇന്ത്യ വിജയിച്ചു എന്നുള്ളതാണ് സന്തോഷ വാർത്ത. ആ സന്തോഷ വാർത്തയിൽ നമ്മൾ പോകുന്ന ഒരു സങ്കട വാർത്തയിലേക്കാണ്. നേരത്തെ പറഞ്ഞതാണ് ഞാൻ, കായംകുളത്ത് മകൻ അമ്മയെ വെട്ടിക്കൊന്നു. പുതുപ്പള്ളി സ്വദേശി ശാന്തമാണ് മരിച്ചത്. ഇളയ മകൻ ബ്രഹ്മദേവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, പോലീസ് എന്താണ് പറയുന്നത്? ഹാഷ്മി, ഇത് വെട്ടിക്കൊലപ്പെടുത്തലല്ലായിരുന്നു. ഒരു ദിവസത്തിന് ശേഷമാണ് ഈ അമ്മയുടെ മരണം, ശാന്തമ്മയുടെ മരണം, അത് കൊലപാതകമാണെന്ന് കായംകുളം പോലീസിന് സ്ഥിരീകരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. അതായത് മിനിഞ്ഞാന്ന് രാത്രി കായംകുളം പുതുപ്പള്ളി ദേവികുളങ്ങരയിലുള്ള ശാന്തമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. കുടുംബക്ഷേത്രത്തിൽ ശാന്തമ്മ മദ്യപിച്ചായിരുന്നു എത്തിയിരുന്നത്. ആ സമയത്ത് മദ്യപിച്ചെത്തിയ ശാന്തമ്മ ബഹളമുണ്ടാക്കി. തുടർന്ന് മകൻ ബ്രഹ്മദേവൻ അവിടെ വെച്ച് അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശകാരിച്ചു. വീട്ടിൽ വെച്ച് ഈ മകനുണ്ടായ നാണക്കേട്, അമ്മ മദ്യപിച്ചതിൽ മകനുണ്ടായ നാണക്കേട് മൂലം വീട്ടിൽ മിനിഞ്ഞാന്ന് രാത്രി എത്തി അമ്മയെ മർദ്ദിച്ചു. അതായത് വയറ്റിൽ ചവിട്ടുകയും ഒപ്പം തന്നെ തല പിടിച്ച് കട്ടിലിൻ്റെ മൂലക്കിടിക്കുകയും ചെയ്തു. അങ്ങനെ തല പൊട്ടുകയും ഒപ്പം തന്നെ വലിയ രീതിയിൽ അവശയായ ശാന്തമ്മ അന്ന് രാത്രി അവിടെ കിടന്നു. പിന്നീട് രാവിലെ നോക്കിയപ്പോഴാണ് ഈ വീട്ടിൽ 2 പേർ മാത്രമാണ്, മകനും അമ്മയും മാത്രമാണ് താമസം. മറ്റു മക്കൾ വേറെ വീടുകളിലാണ് താമസം. പക്ഷേ രാവിലെ അമ്മയെ വിളിച്ചിട്ട് ശാന്തമ്മ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ മറ്റു മക്കളെ കൂടി, മറ്റ് സഹോദരങ്ങളെ കൂടി വിളിച്ചു പറഞ്ഞു. ബ്രഹ്മദേവൻ ആശുപത്രിയിൽ, കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശാന്തമ്മയെ എത്തിച്ചു. അവിടെ എത്തിച്ച് പോലീസിനോട്, ഈ ആശുപത്രി അധികൃതരോട് പറഞ്ഞത് തലകറങ്ങി വീണതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ തലയിൽ പൊട്ടലുണ്ട്, അത് താഴെ വീണപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ ആശുപത്രി അധികൃതർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ശരീരത്തിൽ ചില പാടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പോലീസിനെ അറിയിച്ചിരുന്നു. പക്ഷേ പോലീസ് ഈ സംശയം ഉള്ള കാര്യം മകനെ അറിയിച്ചില്ല. രഹസ്യമായി തന്നെ വീട്ടിലെത്തി പരിശോധന നടത്തി. വീട്ടിലെ ബെഡിൽ നിന്നും രക്തത്തിൻ്റെ അംശം ഒക്കെ തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. പിന്നീട് ഇന്ന് രാവിലെയോടുകൂടിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായത്. അങ്ങനെ പിന്നീട് വീട്ടിലെത്തി വിരൽ അടയാള വിദഗ്ധരും മറ്റ് ആളുകളൊക്കെ തന്നെ ശാസ്ത്രീയമായ പരിശോധന നടത്തി. ഇളയ മകനായിട്ടുള്ള ബ്രഹ്മദേവൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്. ബ്രഹ്മദേവൻ അമ്മ മദ്യപിച്ചിട്ടുള്ള മാനക്കേട് കൊണ്ട് വീട്ടിലെത്തി അമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിൽ അമ്മ മരിക്കുകയായിരുന്നു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലെത്തി ആണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ സംഭവത്തിൽ തന്നെ നിലവിൽ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കായംകുളം പോലീസ് മകൻ ബ്രഹ്മദേവൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഹാഷ്മി, അമ്മയും മകനുമായി നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടോ? ഒരു പെട്ടെന്നൊരു പ്രകോപനത്തിൽ ചെയ്യുന്നതാണോ അതോ കൽപ്പിച്ചുറപ്പിച്ച് ചെയ്യുന്നതാണോ മനീഷ്? ഹാഷ്മി, ഇത് പെട്ടെന്നൊരു പ്രകോപനത്തിൽ ചെയ്തതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുതുപ്പള്ളി ദേവികുളങ്ങരയിൽ ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. അവിടെ മിനിഞ്ഞാന്ന് രാത്രി അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ശാന്തമ്മ, 71 വയസ്സാണ് ശാന്തമ്മയ്ക്കുള്ളത്. ശാന്തമ്മ അന്ന് അവിടെ അന്നദാനത്തിൻ്റെ സ്ഥലത്ത് എത്തി ചില ആളുകളുമായി പ്രശ്നമുണ്ടാക്കി, ബഹളമുണ്ടാക്കി എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ അതിൽ നാണക്കേടുണ്ടായ മകൻ അവിടെ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മദ്യപിച്ചതിൻ്റെ ഈ ശകാരം, എന്തിനു മദ്യപിച്ചു, എങ്ങനെ പ്രശ്നം ഉണ്ടാക്കി എന്ന രീതിയിൽ അമ്മയെ ശകാരിച്ചു. ആ രീതിയിൽ പെട്ടെന്ന് അമ്മയെ മർദ്ദിക്കുകയായിരുന്നു. തലപിടിച്ച് കട്ടിലിൻ്റെ മൂലക്കിടിക്കുകയും ഒപ്പം തന്നെ വയറ്റിൽ ചവിട്ടുകയും ചെയ്തു. മരണകാരണം നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നട്ടലിനേറ്റ ക്ഷതമാണ്, അവിടെ ഉണ്ടായ രക്തസ്രാവമാണ് പിന്നീട് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അതിന് കാരണം എന്താണ് എന്നൊക്കെ ബ്രഹ്മദേവൻ പോലീസിനോട് പറയുന്നുണ്ട്. കാരണം എന്തായാലും
വല്ലാത്ത ലോകമാണ്. നമ്മൾ വീടുകളുടെ അകത്തെ അന്തരീക്ഷമൊന്നും നമുക്കൊന്നും അറിയില്ല. എന്താണ് അവസ്ഥ? പോലീസ് കൃത്യമായി അന്വേഷിക്കട്ടെ. ഷഫീർ നമ്മുടെ പവിത്ര ഭദ്രാപതി ചോദിക്കുന്നുണ്ട്, അലി മണ്ണാർക്കാട് എന്ത് പറ്റി ഹാഷ്മി കുറച്ച് ദിവസമായി കാണാത്തത്? നമ്മൾ ഷഫീർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ പ്രേക്ഷകർ, പുതിയതല്ല, ഷഫീർ എപ്പോഴും വരുന്നതാണ്. ഷഫീറിനോട് ചോദിക്കാം, നോക്കുകൂലിക്ക് വേണ്ടിയാണ് പടയപ്പ ലോറി തുടങ്ങുന്നത് ഷഫീർ ചോദിക്കുന്നത്. ഷഫീറെ, നമ്മൾ അലി മണ്ണാർക്കാട് എന്ത് പറ്റി എന്ന് പവിത്ര ചേട്ടൻ പറഞ്ഞു കൊടുക്കുക. ശരിയാണ്, ഞാനും ആലോചിച്ചു. അലി മണ്ണാർക്കാട് സ്ഥിരം കാണുന്ന പ്രേക്ഷകനായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അലി ചേട്ടനെ കാണാനില്ല, എവിടെയാണോ എന്തോ. സോണി സക്കറെ പറയുകയാണ്, ടുഡേയ്സ് ISC കെമിസ്ട്രി എക്സാം ഗോട്ട് ക്യാൻസൽ ഡ്യൂ ടു QP ലീക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിരിക്കും. സംഭവം എന്താ? അത് അന്വേഷിക്കാം കേട്ടോ. ഗ്യാൻവ്യാപിയിൽ പൂജ തുടരാം. ഗ്യാൻവാബി പള്ളിയിൽ പൂജ തുടരാൻ അനുമതി. വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവിനെതിരെ പള്ളി കമ്മിറ്റി സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മസ്ജിദിൽ മുമ്പ് മുദ്രവെച്ച നിലവറകൾക്കുള്ളിൽ ആരാധന നടത്താനാണ് വാരണാസി ജില്ലാ കോടതി ഹൈന്ദവ വിഭാഗത്തിന് അനുമതി നൽകിയത്. ഈ ഉത്തരവിലായിരുന്നു ഹൈക്കോടതിയിലെ അപ്പീൽ. ജില്ലാ കോടതി വിധിയിൽ തെറ്റില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു. ജില്ലാ കോടതി ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റിയുടേതായിരുന്നു അപ്പീൽ. കേസിന്റെ മുഴുവൻ രേഖകളും ഹൈക്കോടതി വിളിച്ചു വരുത്തിയിരുന്നു. ജില്ലാ കോടതി പുറപ്പെടുവിച്ച വിധിയിൽ ഇടപെടേണ്ട ആവശ്യമുള്ളതായി കരുതുന്നില്ലെന്ന് ഹർജി തീർപ്പാക്കി ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ വ്യക്തമാക്കി. ജനുവരി 31-നാണ് ഗ്യാൻവാബിയിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത്. ഫെബ്രുവരി 1-ന് തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരിമാർ നിലവറയിൽ പൂജ നടത്തുകയും ചെയ്തു. 10 നിലവറകൾക്ക് മുന്നിൽ പൂജ നടത്താനായിരുന്നു അനുമതി. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം വിഭാഗം സൂചിപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മിനി ബാബു പറയുകയാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഓഫീസിലിരുന്നിട്ട് ആർക്കോ വേണ്ടി കറങ്ങുന്ന ഫാൻ എന്ന് പറയുകയാണ്. ഫാനിനൊക്കെ പരിധിയുണ്ട് ഈ ചൂടിൽ എന്നാണ് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. AC പോലും നിവൃത്തിയില്ല, അപ്പോൾ പിന്നെ ഫാൻ്റെ കാര്യം പറയണോ? കർഷകരോഷം ഉയരുന്നു. ഡൽഹി ചലോ മാർച്ചിനിടെ യുവ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം രാജ്യവ്യാപകമാക്കി ശക്തമാക്കാൻ കർഷകർ സംഘടനകൾ ദേശീയ ട്രാക്ടർ മാർച്ച് നടത്തുകയാണ്. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. കൊല്ലപ്പെട്ട ശുഭ്കരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മോർച്ചറിയിൽ തുടരുകയുമാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ദേശീയ തലത്തിൽ കർഷകർ പ്രതിഷേധം ശക്തമാക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ട്രാക്ടർ മാർച്ച് ആരംഭിച്ചു. കൂടുതൽ സംഘടനകൾ സമരരംഗത്തേക്കെത്തി. UP ജേവറിലും ഗ്രേറ്റർ നോയിഡയിലും യമുന എക്സ്പ്രസ് ഹൈവേയിലും കർഷകർ ട്രാക്ടർ മാർച്ച് നടത്തുകയാണ്. ഡൽഹി അതിർത്തികളിൽ കനത്ത ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. റോഡുകളിൽ ട്രാക്ടർ നിറയ്ക്കുമെന്നും സർക്കാർ കർഷകരെ മറക്കാതിരിക്കാനാണ് പ്രതിഷേധമെന്നും BKU വക്താവ് രാകേഷ് ടിക്കായത്ത്. दिल्ली की तरफ को जाने वाले हाईवे जो खास करके डिवाइडर हाईवे होंगे उस पर ट्रैक्टर लगाओ. अब जैसे ये हरिद्वार से दिल्ली हरिद्वार रोड है तो इस पे हरिद्वार, मुजफ्फरनगर, मेरठ और गाजियाबाद के लोग रहेंगे. ऐसे ही मुरादाबाद साइड के हैं, अमरोहा, हापुड़, गाजियाबाद, ऐसे ही दूसरी साइड के हैं. सरकार के दिमाग से किसान शब्द ना निकले तो ये हमको प्रोग्राम करने पड़ते हैं. അതേസമയം കൊല്ലപ്പെട്ട ശുഭ്കരണിന്റെ മൃതദേഹം ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്താൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ അനുവദിക്കൂവെന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. കർഷകർക്ക് ഭക്ഷണം വിളമ്പിയ യുവാവിനെ ഹരിയാന പോലീസ് മർദ്ദിച്ചതിൽ ഹരിയാന പോലീസിനെതിരെ അമരീന്ദർ സിംഗ് വിമർശനമുന്നയിച്ചു. 24, ഡൽഹി. SDP നേതാവ് KS ഷാൻ വധക്കേസിൽ കുറ്റപത്രം അടക്കണമെന്ന പ്രതികളുടെ ഹർജി തള്ളി. ക്രൈംബ്രാഞ്ച് DYSP PV ബെന്നി സമർപ്പിച്ച കുറ്റപത്രം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിൽ മാർച്ച് 23-ന് കോടതി വാദം കേൾക്കും. ഷാൻ കൊലപാതക കേസിലെ RSS BJP പ്രവർത്തകരായ 11 പ്രതികൾക്കും കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് നേരിട്ടത്. കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ SHO അല്ലെന്ന് കാണിച്ചായിരുന്നു പ്രതിഭാഗത്തിന്റെ ഹർജി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP കുറ്റപത്രം നൽകിയത് അംഗീകരിക്കരുതെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ ചട്ടപ്രകാരം ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന് കുറ്റപത്രം നൽകാം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. ഇത് അംഗീകരിച്ചാണ് പ്രതികളുടെ ഹർജി ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയത്. അതേസമയം ഷാൻ കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയിൽ മാർച്ച് 23-ന് വീണ്ടും വാദം കേൾക്കും. കേസിലെ 11 പ്രതികളും ഇപ്പോൾ ജാമ്യത്തിലാണ്. കായംകുളത്ത് ഗുണ്ടാ നേതാക്കൾ ഒത്തുകൂടിയ സംഭവത്തിൽ കേസിലെ 3-ാം പ്രതി അതുലിനെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. 2021 ഡിസംബർ 18-ന് രാത്രിയാണ് മണ്ണഞ്ചേരിക്ക് സമീപം SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാൻ കൊല്ലപ്പെട്ടത്. ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ BJP OBC മോർച്ച നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു. ഈ വിചാരണ പൂർത്തിയാവുകയും PFI പ്രവർത്തകരായ പ്രതികൾക്കെല്ലാം വധശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. 24, ആലപ്പുഴ.
തമിഴ്നാട്ടിൽ നടുക്കടലിൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റുമുട്ടിയെന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാളെ കാണാതായി. മരിച്ചത് നാഗപട്ടണം അക്കരപ്പേട്ട് ഗ്രാമത്തിലെ ശിവനേശ് സെൽവം. എന്താണ് നടുക്കടലിൽ തല്ലുകൂടാനുള്ള കാരണം? വല മുറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചതും മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് പോയതും. കേസിൽ 7 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ആലപ്പുഴ ഹരിപ്പാട് മദ്യലഹരിയിൽ ഇരട്ട സഹോദരങ്ങളായ സൈനികരുടെ പരാക്രമം. മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സൈനികർ പോലീസിനെയും ആശുപത്രി ജീവനക്കാരെയും മർദ്ദിച്ചു. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഹരിപ്പാട് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 10:30 ഹരിപ്പാട് നങ്ങ്യാർ കുളങ്ങരയിലെ ബാറിൽ വെച്ചാണ് ഇരട്ട സഹോദരങ്ങളായ ഹരിപ്പാട് ചിങ്ങോലി സ്വദേശികൾ അനന്തനും ജയന്തനും ആദ്യം ബാർ ജീവനക്കാരുമായി തർക്കത്തിലായത്. ഇവിടെ നിന്നും അമിത വേഗത്തിൽ പുറത്തേക്ക് സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ നങ്ങ്യാർ കുളങ്ങരയ്ക്ക് സമീപം വെച്ച് ഡിവൈഡറിൽ ഇടിച്ചു. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി. ഇരുവരും മദ്യലഹരിയിലാണെന്ന് മനസ്സിലാക്കിയതോടെ വൈദ്യപരിശോധനയ്ക്കായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. രാത്രി 11:30 സൈനികരായ സഹോദരങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമമാണിത്. പ്രതികൾക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമം, പൊതുമുതൽ നശിപ്പിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമായാണ് ഇരുവരും ജോലി ചെയ്യുന്നത്. 24 ആലപ്പുഴ. അപ്പോൾ അത് പോലീസ് പട്ടാളം നമ്മളുടെ ഏറ്റുമുട്ടലായി പോയോ എന്നൊരു സംശയമുണ്ട്. എന്താണെങ്കിലും മദ്യപിച്ച് അത്തരത്തിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ലൈസൻസ് ആർക്കുമില്ല. അത് ഏത് പോലീസുകാരനാണെങ്കിലും പട്ടാളക്കാരനാണെങ്കിലും. പാലക്കാട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രഖ്യാപനത്തിന് മുൻപേ വീണ്ടും ചുവരെഴുത്തെന്ന് പറയുന്നു. വെള്ളിനേഴി കുറുവട്ടൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ചുവരെഴുത്ത്. MP-യുടെ ചിത്രവും ചിഹ്നവും ചുവരെഴുത്തിലുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് ചുവരെഴുതണ്ട എന്നൊക്കെ ആരോ പറഞ്ഞിരുന്നു. അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ചുവരെഴുത്ത്. ലില്ലി ചോളിൽ പറയുകയാണ്, അന്നം തരുന്നവർക്ക് അന്നം കഴിക്കാനുള്ള അവകാശം അവർ നിഷേധിക്കുന്നു. ഈ ലോകം ഇതെങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ്. IS ബന്ധം ആരോപിച്ച് NIA അറസ്റ്റ് ചെയ്ത ജയിൽ ശിക്ഷ അനുഭവിച്ച തമിഴ്നാട് സ്വദേശി പോലീസിന് വ്യാജ സ്റ്റിക്കർ പതിച്ച കാറുമായി പിടിയിൽ. തമിഴ്നാട് സ്വദേശി സാദിഖ് ബാഷയാണ് വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത്. ഭാര്യയുമായി ഉണ്ടായിരുന്ന തർക്കം പരിഹരിക്കാനാണ് ഇയാൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. സാദിഖ് ബാഷയുടെ ഭാര്യ തിരുവനന്തപുരം സ്വദേശിനിയാണ്. വിവാഹമോചനത്തിനായി ഇവർ സമുദായം വഴി നീങ്ങിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്യാനെത്തിയ സാദിഖ് ബാഷ പള്ളിയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കി. വിവരമറിഞ്ഞ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് പോലീസിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ച വാഹനം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ പോലീസിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ചതിന് വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തു. ഇയാളെയും ഒപ്പമുള്ളവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2022 ഫെബ്രുവരിയിലാണ് മയിലാടുംതുറയിൽ നിന്നും സാദിഖ് ബാഷ, കാരക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെ തോക്കു ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ അന്ന് പിന്തുടർന്ന് പിടികൂടിയിരുന്നു. IS-ന് വേണ്ടി ധനസമാഹരണം നടത്തിയെന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. തുടർന്ന് 2022 സെപ്റ്റംബറിൽ സാദിഖ് ബാഷയുടെ ഭാര്യയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും NIA പരിശോധന നടത്തിയിരുന്നു. 24 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം പുറത്തിറങ്ങിയ സാദിഖ് ബാഷ പലതവണ വട്ടിയൂർക്കാവിൽ വന്നു പോയിട്ടും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല. 24 തിരുവനന്തപുരം. മലപ്പുറം RRF ക്യാമ്പിൽ നിന്ന് കാണാതായ പോലീസുകാരൻ തമിഴ്നാട്ടിൽ നിന്ന് പോലീസിന് സൂചന. ബിജോയുടെ അവസാന ടവർ ലൊക്കേഷൻ ചെന്നൈയിൽ നിന്ന് സ്ഥിരീകരിച്ചു. ബിജോയ് മേലുദ്യോഗസ്ഥരിൽ നിന്നും പീഡനം നേരിട്ടിരുന്നു എന്ന് കുടുംബം 24-നോട് പറഞ്ഞു. ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിജോയ് തമിഴ്നാട്ടിലുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇയാൾ സുഹൃത്തുക്കളെ ഉൾപ്പെടെ വിളിച്ചതായും പോലീസ് പറയുന്നു. ജോലിയിലെ മാനസിക സമ്മർദ്ദം മൂലമാണ് ബിജോയ് നാടുവിട്ടതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മേലുദ്യോഗസ്ഥർ പീഡിപ്പിച്ചിരുന്നതായി ബിജോയുടെ പിതാവ് ആൽവിൻ രാജ് 24-നോട്. ഇവിടെ തിരുവനന്തപുരത്താണ് ഇതുവരെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 6 വർഷത്തോളം തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ മേലുദ്യോഗസ്ഥർ അവനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതായിട്ടും ഒക്കെ അവൻ സ്ഥിരം എല്ലാ ദിവസവും വിളിച്ച് ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു. ഇപ്പോഴേ അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മകനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും ആൽവിൻ രാജ് ആവശ്യപ്പെട്ടു. അതേസമയം മാനസിക സമ്മർദ്ദം മൂലമാണോ ബിജോയ് നാടുവിട്ടതെന്ന കാര്യം കേസന്വേഷിക്കുന്ന കൽപ്പകഞ്ചേരി പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രത്യേക അനുമതി ലഭിച്ചാൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് തിരിക്കും. കഴിഞ്ഞ 23-നാണ് ബിജോയിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തത്. വിജയശങ്കർ, 24 തിരുവനന്തപുരം. ഷഫീർ മണ്ണാർക്കാട് പിന്നെ പറയണം കേട്ടോ. ഒരാഴ്ചയായി ഞാനും ശ്രദ്ധിക്കുന്നു, അലി മണ്ണാർക്കാടിനെ കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ നാട്ടിലില്ല, അല്ലെങ്കിൽ തപ്പിയിറങ്ങാമായിരുന്നു. അലി മണ്ണാർക്കാട് ഇവിടെ കമോൺ, പെട്ടെന്ന് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ.
അതാ വേറൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, കല്ലുമല്ലു ലീഗിന് 3 സീറ്റ് കിട്ടിയോ? ലീഗിന് രാജ്യസഭയിൽ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നതല്ലേ? അവരുടെ സീറ്റ് ആന്റണിക്ക് വിട്ടുകൊടുത്തതല്ലേ? ലീഗിന് മഹാമനസ്കത കൂടിപ്പോയത് അവരുടെ കുഴപ്പമാണ് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെയാണ് അതിന് പ്രഖ്യാപനം. നാളെ അറിയാം എന്താണ് 3ാം സീറ്റാണോ രാജ്യസഭാ സീറ്റാണോ, അതിൽ ലീഗിൻ്റെ പ്രതികരണം എന്താണ്, വലിയ കലാപകലുഷ സാഹചര്യത്തിലെ കാര്യങ്ങൾ പോവോ എന്നൊക്കെ നാളെ അറിയാം. പൂക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മൃതദേഹത്തിൽ 3 ദിവസം പഴക്കമുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. താടിയലിനും തലയ്ക്കും ക്ഷതമേറ്റ പാടുകളുണ്ട്. ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിയേറ്റതായി സൂചനയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടി. സിദ്ധാർത്ഥിനെ സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിന് 2 മുതൽ 3 ദിവസം മുൻപ് മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടെത്തി. തലയ്ക്കും താടിയെല്ലിനും ക്ഷതമേറ്റു. പൈപ്പോ ഇരുമ്പുവടിയോ കൊണ്ട് മർദ്ദിച്ചതായാണ് നിരീക്ഷണം. കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലും റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു. റാഗിംഗ് നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട 12 വിദ്യാർത്ഥികളാണ് പ്രതിപട്ടികയിൽ. അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി സജീവൻ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളിൽ നിന്ന് മൊഴിയെടുത്തു. 24 തിരുവനന്തപുരം. ആലപ്പുഴ കാട്ടൂരിൽ 7ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 അധ്യാപകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കായികാധ്യാപകൻ ക്രിസ്തുദാസ്, അധ്യാപിക രേഷ്മ എന്നിവർക്കെതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്ന് പോലീസ് അറിയിച്ചു. അധ്യാപിക രേഷ്മയുടെയും കായികാധ്യാപകൻ ക്രിസ്തുദാസിന്റെയും ശിക്ഷാ നടപടിയിൽ മനം നൊന്താണ് തന്റെ മകൻ മരിച്ചതെന്നാണ് പ്രജിത്തിന്റെ മാതാപിതാക്കളുടെ മൊഴി. അവസാന പീരീഡിൽ ക്ലാസ്സിൽ താമസിച്ചെത്തിയ പ്രജിത്തിനെയും മറ്റൊരു സഹപാഠിയെയും കായികാധ്യാപകൻ വടികൊണ്ട് തല്ലിയതായി സഹപാഠികളും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. അധ്യാപകർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച രാവിലെ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടി. 2 അധ്യാപകരും ഒളിവിലാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ആത്മഹത്യാ പ്രേരണക്കുറ്റം കൂടി ചുമത്തണമെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെയും മാതാപിതാക്കളുടെയും ആവശ്യം. എന്നാൽ അന്വേഷണ പുരോഗതിയിൽ മാത്രമേ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിച്ചത്. അന്വേഷണ വിധേയമായി നേരത്തെ 3 അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും ശിശു സംരക്ഷണ സമിതിയും പ്രജിത്തിന്റെ വീട്ടിലെത്തി തെളിവെടുത്തിരുന്നു. പോലീസ് റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറുമെന്ന് CWC ചെയർപേഴ്സൺ വസന്തകുമാരി അറിയിച്ചു. 24 ആലപ്പുഴ. തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ മാതാവും കുഞ്ഞും മരിച്ച സംഭവത്തിൽ 2ാം പ്രതി റജീന മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. മരിച്ച യുവതിയുടെ ഭർത്താവ് നയാസിന്റെ ആദ്യ ഭാര്യയാണ് റജീന. 3ാം പ്രതി ഷിഹാബുദ്ദീന് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകില്ല എന്ന് പറയുകയാണ് പോലീസ്. മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസിന്റെ ആദ്യ ഭാര്യ റജീനയെ പ്രതി ചേർത്തതിനു പിന്നാലെ ഇവർക്കായുള്ള അന്വേഷണം നേമം പോലീസ് ശക്തമാക്കിയിരുന്നു. ഇതോടെയാണ് മുൻകൂർ ജാമ്യത്തിനായി റജീന ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. യുവതിയും കുഞ്ഞും മരിക്കുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്ന റജീനയും അക്യൂപങ്ചർ ചികിത്സയ്ക്ക് നിർബന്ധിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഗുരുതര വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. അതേസമയം 3ാം പ്രതിയായ അക്യൂപങ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ പോലീസ് തൽക്കാലം കസ്റ്റഡിയിൽ വാങ്ങില്ല. റജീനയെ പിടികൂടിയാൽ മാത്രമേ ഷിഹാബുദ്ദീനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന കാര്യം ആലോചിക്കുകയുള്ളൂ എന്ന് നേമം പോലീസ് വ്യക്തമാക്കി. യുവതിയുടെ ഭർത്താവും 1ാം പ്രതിയുമായ നയാസ് നിലവിൽ റിമാൻഡിലാണ്. 24 തിരുവനന്തപുരം. റാഗിംഗ് വിദ്യാർത്ഥി സംഘടനകൾ ഇടപെട്ടാൽ തീരാവുന്ന പ്രശ്നമാണ് എന്ന് ഇർഷാദ് പറയുകയാണ്. 100% ശരിയാണ്. പഴയകാലത്ത് വിദ്യാർത്ഥി സംഘടനകൾ കൂടുതൽ സജീവമായിരുന്ന കാലത്ത് അങ്ങനെ കോളേജുകളിൽ അങ്ങനെ ഇത്ര ഭീകരമായ റാഗിങ്ങിനെ കുറിച്ചൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. വിദ്യാസംഘടന വേണമെന്നില്ല. അല്ലെങ്കിൽ ധാർമ്മിക വിലയുള്ള അല്ലെങ്കിൽ അനീതിക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കുണ്ടെന്നുണ്ടെങ്കിൽ റാഗിംഗ് ഒക്കെ എന്നേ കോളേജുകളിൽ നിന്ന് പമ്പടക്കില്ലേ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 2:22:44 സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് വേണ്ടി ചുവരെഴുത്ത്. വെള്ളിനേഴി കുറുവട്ടൂർ പോസ്റ്റ് ഓഫീസ് അടുത്താണ് ചുവരെഴുത്തുണ്ടായത്. നേതാക്കളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ചുവരെഴുതെന്ന് DCC അംഗം സ്വാമിനാഥൻ പറഞ്ഞു. നിഖിൽ പ്രമേശ്വരങ്ങളുമായി. നിഖിൽ, അപ്പോൾ DCC തന്നെ എഴുതിയതാണോ? DCC തന്നെ നേരിട്ട് നിർദ്ദേശം നൽകി എഴുതിച്ച ഒരു ചുവരെഴുത്ത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ 24 സ്ഥിരീകരിച്ചിരുന്നു ആലത്തൂരിലും പാലക്കാടും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്ന്. എന്നാൽ അതിന് പിന്നാലെ ഒലവക്കോടൊരു ഇത്തരത്തിലുള്ള ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുകയും എന്നാൽ KPCC കർശന നിർദ്ദേശം നൽകുകയും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഇത്തരത്തിൽ ചുവരെഴുത്ത് പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും
വെള്ളിനേഴിയിലും ഒരു ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് VK ശ്രീകണ്ഠൻ MP വേണ്ടി. കുരുവട്ടൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. MP ചിത്രവും ചിഹ്നവും ചുവരെഴുത്തിലുണ്ട്. നേതാക്കളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ചുവരെഴുത്ത് എന്നാണ് DCC മെമ്പർ സ്വാമിനാഥൻ പറയുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ചുവരെഴുത്ത് നടത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ സൂചനകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനി നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പാലക്കാട് ശ്രീകണ്ഠൻ തന്നെ സ്ഥാനാർത്ഥി എന്ന് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. മണ്ണാർക്കാട് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ ഷാഫി പറമ്പിൽ VK ശ്രീകണ്ഠന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ശ്രീകണ്ഠന് വേണ്ടി കൂടുതൽ ഇടങ്ങളിൽ പ്രചരണം നടത്തുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വിജയം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉയർന്നതായിരിക്കുമെന്നും പ്രവർത്തകർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കാശ്മീർ നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് ദിവസങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ചുവരെടുത്ത് മാറ്റാൻ വഴിയില്ല. മിക്കവാറും ശ്രീകണ്ഠൻ തന്നെയാകും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഇപ്പോൾ സിറ്റിംഗ് MP ഇപ്പോൾ കെ സുധാകരൻ അടക്കം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ശ്രീകണ്ഠൻ തന്നെയാകും. അതുകൊണ്ട് അത് മായ്ക്കാനിടയിൽ എങ്കിൽ കൂടിയും നേതൃത്വം പറയുന്നത് കേൾക്കുക എന്നുള്ളത് ഒരു സംഘടനാ ചട്ടക്കൂടിൻ്റെ മര്യാദയാണ്. ജേക്കബ് മാത്യു ചോദിക്കുന്നുണ്ട്, PC ജോർജിന് സീറ്റുണ്ടോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ? ഇല്ലെന്നാണ് ഇതുവരെ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ BDJSൻ്റെ അതൃപ്തി അവിടെയുണ്ട്. അതൃപ്തി മറികടന്ന് ജോർജിനെ പത്തനംതിട്ടയിൽ നിർത്തുമോ എന്നുള്ളത് വരും ദിവസങ്ങൾ അറിയാൻ. അധികം വൈകില്ല കേട്ടോ അറിയാൻ. ഊട്ടിയിൽ പൈതൃക ട്രെയിൻ പാളം തെറ്റി. 220 യാത്രക്കാരുമായി മേട്ടുപ്പാളത്ത് നിന്ന് ഊട്ടിയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റിയത്. യാത്രക്കാർ സുരക്ഷിതരാണ്. മനേഷ് മൂർത്തി വിവരങ്ങൾ. മനേഷ്, ഏതോ പോത്ത് കുറുകെ ചാടി അല്ലേ? അശ്മി, അതെ. അതായത് ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളത്ത് നിന്ന് ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു. 220 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ബേൺഹിൽ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് പോത്ത് കുറുകെ ചാടുന്നത്. അങ്ങനെ എഞ്ചിൻ്റെ ലോക്കോ പൈലറ്റ് വളരെ വേഗത്തിൽ തന്നെ വാഹനം നിർത്തുകയായിരുന്നു. ഈ പോത്തിനെ ഇടിച്ചാണ് വാഹനം നിന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ടയറുകൾ പാളം തെറ്റുന്നത്. എന്തായാലും യാത്രക്കാർക്ക് വലിയ പരിക്കുകളൊന്നുമില്ലാതെ തന്നെ 220 യാത്രക്കാരും സുരക്ഷിതരായി തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. പക്ഷേ പാളത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഗതാഗത തടസ്സം നിലവിലുണ്ട്. അത് മറികടക്കുന്നതിനുള്ള അല്ലെങ്കിൽ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ എന്തായാലും റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ട്. മാത്രമല്ല റെയിൽവേയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ആശ്മി, അപ്പോൾ പോത്ത് വട്ടം ചാടി, പോത്തിനിടിക്കാതിരിക്കാൻ വേണ്ടി ബ്രേക്ക് പിടിച്ചു, പക്ഷേ പോത്തിനിടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആമിന പറയുകയാണ്, ആഷ്ബുറോ എൻ്റെ കഴുത്തനക്കാൻ പോലും വയ്യാതെയാണ് ഞാൻ ഈ കമൻറ്റിലായിട്ട് ഒന്നും വായിച്ചില്ല എന്ന് പറയുകയാണ്. കണ്ടില്ല, ക്ഷമിക്കും, അതുകൊണ്ടാണ് വായിക്കാൻ ഞാൻ. ഭരണ പ്രതിപക്ഷ അനുകൂലികളായ റേഷൻ വ്യാപാരി സംഘടനകൾ ഭക്ഷ്യവകുപ്പിനെതിരെ സംയുക്ത സമരത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 7 റേഷൻ കടകൾ അടച്ചിടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CPIM MLA G. സ്റ്റീഫൻ, കോൺഗ്രസ് MP അടൂർ പ്രകാശ്, CPI നേതാവ് C. മോഹനൻ പിള്ള, ജോണി നെല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന സംഘടനകളാണ് സംസ്ഥാന സർക്കാരിനും ഭക്ഷ്യവകുപ്പിനുമെതിരെ സംയുക്ത സമരത്തിന് ആഹ്വാനം ചെയ്തത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, KTPDS ആക്ടിൽ കാലോചിതമായ മാറ്റം വരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ഞങ്ങൾ കോവിഡ് പേമാരി കഴിയുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം ഗവൺമെൻറ്റിനോട് കാലോചിതമായിട്ട് ഞങ്ങളുടെ വേതനം വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ സമീപിച്ചെങ്കിലും ഗവൺമെൻറ് അത് മുഖവിലേക്കെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ, റേഷൻ വ്യാപാരികൾക്ക് കട നടത്തി മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കടയടപ്പ് സമരമല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ്റിന് ഞങ്ങൾ മുൻകൂട്ടി നോട്ടീസ് കൊടുത്തുകൊണ്ട് മാർച്ച് 7-ാം തീയതി സംയുക്തമായി കടയടച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 7-ന് റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്താനും തീരുമാനമെടുത്തു. അതേസമയം സംയുക്ത സമരത്തിൽ നിന്ന് AITUC നേതൃത്വത്തിലുള്ള സംഘടന വിട്ടുനിൽക്കുകയാണ്. R. അരുൺരാജ്, 24, കൊല്ലം. ജ്യോതിലക്ഷ്മി ചോദിക്കുകയാണ്, ഹാഷ്മിക്ക് എവിടെയാണ് വോട്ട്? പത്തനംതിട്ടയാണോ എറണാകുളത്താണോ? പത്തനംതിട്ടയാണ്. നമ്മുടെ ആൻ്റോ ആൻ്റണിയാണ് നമ്മുടെ MP. ഇത്തവണ ആൻ്റോ ആൻ്റണി തോമസ് ഐസക് നേർക്കുനേർ പോരാട്ടമാണ്. ഇനി PC ജോർജിലും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെയും ചിത്രം മാറും. ജോർജ് മിക്കവാറും ഉണ്ടാവില്ല, കാര്യം BDJS എതിർപ്പെന്നൊക്കെ പറയുന്നു. BDJS തുഷാർ ഒക്കെ നേരിട്ട് അവിടെ ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ മണ്ഡലത്തിൽ പൊടിവാറും പോരാട്ടം ഉണ്ടാകാൻ പോകുന്നൊരു മണ്ഡലമാണ്. അവിടെ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും അല്ലേ. തൃശ്ശൂർ ജില്ലയിലെ വ്യാപാരി സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ സ്ഥാപിതമായ വിൻ്റർഫീൽഡ് ഗാർമെൻറ്റ്സ് പുതിയ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി പുറത്തിറക്കി. തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ നടി ഹണി റോസ് ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തു. ഗുണമേന്മയുള്ള ഷർട്ടുകൾ, ലെഗിൻസുകൾ, സ്ലിപ്പ്, നൈറ്റുകൾ തുടങ്ങിയവയാണ് പുതിയതായി വിപണിയിലെത്തിക്കുന്നത്. കമ്പനിയുടെ പുതിയ ലോഗോയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു.
പ്രൊഡക്റ്റ് ലോഞ്ച് ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. വിന്റർഫീൽഡ് മാനേജിംഗ് ഡയറക്ടർ NR വിനോദ് കുമാർ, ഡയറക്ടർമാരായ P പവിത്രൻ, VT ജോർജ്, ജോയി മൂത്തേടൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ഷിന ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി രൂപീകരിച്ച വനിതാ ഗാർമെന്റ് യൂണിറ്റുകൾ വിന്റർഫീൽഡ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണിയിൽ എത്തിക്കുകയാണ്. നാരായണൻകുട്ടി ചോദിക്കുകയാണ്, ഹാഷ്മി ചൂട് എങ്ങനെയുണ്ട്? റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാവൂലേ? അത്യാവശ്യം ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്നവർ, പക്ഷേ പരമാവധി ചൂടൊക്കെ ഒഴിവാക്കി പരമാവധി വെള്ളമൊക്കെ കുടിച്ചവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ജോലികൾ നമ്മൾ ചൂടും വെയിലും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങേണ്ട ജോലികളുണ്ടല്ലോ, അക്കൂട്ടത്തിൽപ്പെട്ട ജോലിയാണ് നമ്മുടെ ജോലി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 7ാമത്തെ സമൻസും അവഗണിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായി സമൻസുകൾ അയക്കാതെ കോടതി ഉത്തരവിനായി കാത്തിരിക്കണമെന്ന് ആം ആദ്മി പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേസിൽ CBI നൽകിയ സമൻസിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് BRS നേതാവ് K കവിത അറിയിച്ചു. ഔദ്യോഗിക തിരക്കൽ ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവായത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായി നൽകിയ സമൻസുകളിൽ അനുകൂല സമീപനം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ആദ്യത്തെ 5 സമൻസുകൾ ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് കേജ്രിവാൾ ഒഴിവായത്. വിഷയത്തിൽ ED കോടതിയെ സമീപിച്ചതോടെ അടുത്ത മാസം നേരിട്ട് ഹാജരാകാൻ കേജ്രിവാളിനോട് കോടതി നിർദ്ദേശിച്ചു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ EDക്ക് മുന്നിൽ ഹാജരാകേണ്ടെന്ന നിലപാടിലാണ് കേജ്രിവാൾ. കോടതി ഉത്തരവ് വരുന്നതുവരെ ED കാത്തിരിക്കണമെന്നും തുടർച്ചയായി സമൻസുകൾ അയക്കുന്നത് നിർത്തണമെന്നും ആം ആദ്മി പാർട്ടി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. ഇതേ കേസിൽ BRS നേതാവ് K കവിതയ്ക്ക് CBI ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. സംസ്ഥാനത്തിനുള്ളിൽ മുൻ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് K കവിതയും അറിയിച്ചു. മദ്യനയ അഴിമതി കേസിൽ നടപടി കൂടുതൽ കടുപ്പിക്കാനാണ് CBIയുടെയും EDയുടെയും നീക്കം. 24 ഡൽഹി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ 1.5 മണിക്കൂർ നീളുന്ന വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ ഇനി കാണുക ഇന്ന് വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്.